ഒരു രാജാവ് തൻ്റെ സുഖവാസത്തിനു വേണ്ടി ഒരു പ്രദേശത്ത് ഒരു കൊട്ടാരം പണിയാൻ തീരുമാനിച്ചു. മന്ത്രിയെ വിളിച്ചേൽപ്പിച്ചു. മന്ത്രി കൊട്ടാരമൊക്കെ പണിത് നിർമ്മാണമൊക്കെ പൂർത്തിയായി. രാജാവ് അതിലേക്ക് മാറാൻ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ കൊട്ടാരം ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അപ്പോൾ രാജാവ് പെട്ടെന്ന് മന്ത്രിനെ വിളിച്ചു. മന്ത്രിനെ വിളിച്ചിട്ട് മന്ത്രിയെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞു, രാജാവേ, ഞാനല്ല അതിൻ്റെ ആള് ഒരു എൻജിനീയറിൻ്റെ മൂപ്പരാണ്. അപ്പോൾ രാജാവ് എൻജിനീയറെ കൊണ്ടുവന്നു. വിചാരണ കൂട്ടിൽ നിന്നൊരാൾ പറഞ്ഞു, ഞാൻ പ്ലാനൊക്കെ ശരിക്ക് കൊടുത്താണ്, ഒരു കോൺട്രാക്ടർ ഉണ്ട്, മൂപ്പരാണ് ഇതിൻ്റെ ആള്, മൂപ്പർക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം. അപ്പോൾ കോൺട്രാക്ടറെ കൊണ്ടുവന്നപ്പോൾ മൂപ്പര് പറഞ്ഞു, ഞാനിതിൻ്റെ കല്ല് സിമെൻ്റൊക്കെ എടുക്കാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്നു. അയാൾ ശരിക്കുള്ള കല്ലും സിമെൻ്റൊന്നും എടുക്കാത്തതുകൊണ്ട് അയാളാണ് യഥാർത്ഥ പ്രശ്നക്കാരൻ. അപ്പോൾ നേരെ അയാളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനല്ല, ഈ കല്ല് വെട്ടണ ഭൂമിൻ്റെ ഉടമണ്ട്, അയാളാണ് എന്നെ പറ്റിച്ച്. ഒക്കെ കേട്ടപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടൊരു സാധു ഇങ്ങനെ കണ്ണൊക്കെ തുറപ്പിച്ച് വായൊക്കെ പൊളിച്ചോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. രാജാവ് പറഞ്ഞു, നീയാണ് പ്രതി, അയാളെ പിടിച്ചാണ് ശിക്ഷിച്ചു എന്ന് പറഞ്ഞു. അയാളെ പിടിച്ചാണ് തൂക്കിലേറ്റിന്ന് പറഞ്ഞു. അതൊക്കെ കേട്ടുകൊണ്ടുന്ന ആളെ എന്ന് പറയുന്ന പോലെയാണ് ലോകത്ത് എന്തൊക്കെ സംഭവിച്ചാലും അവസാനം അതിൻ്റെ ഉത്തരവാദിത്വം ഇസ്ലാമിക സമൂഹത്തിനും മുസ്ലിങ്ങൾക്കും ആയിരിക്കും. കൊറോണ ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വം അങ്ങനെ ആയിരിക്കും. ഏതെങ്കിലും ഒരാൾ ഒരു പട്ടിനെ റോട്ടിലൂടെ വലിച്ചുകൊണ്ടുപോയി കഴിഞ്ഞാൽ അയാളുടെ പേരിൽ ഒരു ഇസ്ലാം ഉണ്ടെങ്കിൽ ഒരു മുസ്ലിം ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും. എന്നാൽ സമുദായം ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ ഒന്നും സത്ഫലങ്ങളെ പലപ്പോഴും അങ്ങനെ അവതരിപ്പിക്കപ്പെടാറില്ല. ഏതോ അമുസ്ലിമായൊരു സഹോദരിയെ ഏതൊരു രാജ്യത്തെ ജയിലിൽ നിന്ന് കോടികൾ മുടക്കി ഇറക്കിക്കൊണ്ടുവരുമ്പോൾ അത് മുസ്ലിമായ സമ്പന്നനായ വ്യക്തിയുടെ വളരെ പേഴ്സണലായൊരു കാര്യമായിരിക്കും. എന്നാൽ അതേ പേരുള്ള മറ്റൊരു വ്യക്തി എവിടെയെങ്കിലും ഒരു പടക്കം പൊട്ടിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ലോകത്തെ കോടിക്കണക്കിന് മുസ്ലിങ്ങൾക്കായിരിക്കും. തദാ അലൈക്കുമുൽ ഉമമു മിൻ കുല്ലി ഉഫുകിൻ കമാ തദാ അൽ അക്ലതു ഇലാ ഖസ്അതിഹാ. തീറ്റക്കൊതിയന്മാർ ഭക്ഷണപാത്രത്തിലേക്ക് കൈയിട്ട് വാരും പോലെ നിങ്ങൾ നാനാതുറകളിൽ നിന്ന് ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഞാനിന്ന് എൻ്റെ വിഷയം പഠിക്കണതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഒരു സെർച്ച് ഇട്ടു. മുസ്ലിങ്ങൾ എന്തെല്ലാം തരത്തിലുള്ള പ്രതിരോധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു, അതിജീവിക്കുന്ന മുസ്ലിങ്ങൾ, അതിവേഗം വളരുന്ന ഇസ്ലാം ലോകത്തെ എന്തെല്ലാം തരത്തിലുള്ള പ്രതിരോധങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഇത്തരം എല്ലാ ക്യാമ്പയിനുകളും ഓർഗനൈസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ തന്നെ എനിക്ക് 44 മറുപടി തന്നു. ആ 44 മറുപടി പരാമർശിച്ചു പോണെങ്കിൽ ഒന്ന് നിങ്ങൾ 30 സെക്കൻഡ് വെച്ച് എനിക്ക് എത്ര സമയം പോവും, അതുകൊണ്ട് പറയേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. മനസ്സിലായില്ലേ? അത്രയും പ്രതിരോധങ്ങൾക്കിടയിലും ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗോയിങ് റിലീജിയൻ. ഇസ്ലാമാണ് ലോകത്ത് അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന മതം എന്നാണ്. അത് ലോകത്തെ ഇസ്ലാമിക സൈന്യങ്ങളുടെ മികവ് കൊണ്ടാണോ? ലോകത്തെ സമ്പന്നരായ മനുഷ്യരുടെ കയ്യിലെ സമ്പത്ത് കൊണ്ടാണോ? ലോകത്തെ ഏതെങ്കിലും മുസ്ലിം ചെറുപ്പക്കാരുടെ സൗന്ദര്യം കൊണ്ടാണോ? ഇസ്ലാം എന്ന മതം, മഹത്വരമായ മതം, ആ വലിയ വെളിച്ചം, അത് പടച്ചോൻ്റെ അടുത്ത് നിന്നുള്ളതാണ്. പടച്ചോൻ പറഞ്ഞതാണ്, അതിനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും. രാവും പകലും എത്തിയ മുഴുവൻ ഇടങ്ങളിലും, രാവായി പകലായി സൂര്യൻ ഉദിച്ചുയർന്ന മുഴുവൻ ഇടങ്ങളിലും ഈ സന്ദേശം എത്തുക തന്നെ ചെയ്യും. ഇസ്ലാം ഗ്രാമീണന്റെയും പട്ടണവാസിയുടെയും വീടകങ്ങളിലൊക്കെ ഇസ്ലാം എത്തും. എനിക്ക് ഭൂമിയെ ചുരുട്ടിക്കാണിക്കപ്പെട്ടു. അള്ളാഹുവിൻ്റെ സന്ദേശം എല്ലായിടങ്ങളിലും എത്തുന്നതിന് ഞാൻ സാക്ഷിയായി. ഇത് പ്രവചനം പൂർത്തീകരിക്കപ്പെട്ട കാര്യമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് അതിവേഗം വളർന്നുകൊണ്ടേയിരിക്കും. അതിനോരോ കാരണങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നിങ്ങൾ നോക്ക്, ഖത്തർ വേൾഡ് കപ്പ് നടന്നപ്പോൾ ഖത്തർ വേൾഡ് കപ്പിൻ്റെ ഉദ്ഘാടന സെഷനിൽ നിന്ന് നമ്മളൊരു രംഗം കണ്ടു. ഒരു ഖുർആൻ വചനം കുറച്ച് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പാരായണം ചെയ്യുന്നത്. ഖാനിം അൽ മഫ്തൂഹ് എന്നോന്നു അല്ലേ പേര്? ഖാനിം അൽ മഫ്തൂഹ് എന്നുകൊണ്ടാണ് പേര്. ഞാൻ എൻ്റെ സ്കൂളിലെ ക്ലാസ് മുറിയിൽ ആ സീനിട്ടു, ആ ഭാഗത്ത് കേൾപ്പിച്ചു. അവിടെ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയ കുട്ടികളുടെ കാര്യമായിരുന്നു പറഞ്ഞിരുന്നത്. പാഠഭാഗത്ത് അതാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും
അത് മനോഹരമായി അവിടെ പ്രദർശിപ്പിക്കാൻ പറ്റി. ഏതെല്ലാം അർത്ഥത്തിൽ അത് റീയൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമ്മൾ നിരാശപ്പെട്ട് ആകെ കയ്യിന്ന് പോയി എന്ന് വിചാരിച്ചിരിക്കേണ്ട ഒരു സമൂഹമല്ല, മറിച്ച് അഭിമാനപൂർവ്വം ജീവിക്കേണ്ട ഒരു സമൂഹമാണ്. ഞാൻ എൻ്റെ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഷാർജ എയർപോർട്ടിൽ എമിഗ്രേഷൻ കൗണ്ടറിൽ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് തടിച്ച് നല്ല കരുത്തനായൊരു മനുഷ്യൻ, നല്ല ആകാരമുള്ളൊരു മനുഷ്യൻ, നീണ്ട വർഷങ്ങളുടെ ബന്ധമുള്ളതുപോലെ എന്നെങ്ങനെ വിഷ് ചെയ്തു. ഇപ്പോൾ എമിഗ്രേഷൻ എന്നോ ഒരു എയർപോർട്ടിൽ നിന്നൊക്കെ, അതും എൻ്റെ ഫസ്റ്റ് യാത്രയാണ്, വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൊതുവേ എല്ലാവരും തന്നിട്ടുള്ള ഗൈഡൻസ് എന്താണ്? എയർപോർട്ടിൽ നിന്നൊന്നും അങ്ങനെ ആരും വന്നാൽ മൈൻഡ് ചെയ്യേണ്ടതാണ് അല്ലേ? അങ്ങനല്ലേ? എയർപോർട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഒന്ന് കെയർ ചെയ്യണമെന്നാണ്. അപ്പം ഞാനും ജസ്റ്റ് വിഷ് ചെയ്തു. ഒരാൾ ചിരിച്ച ആൾക്കൊരു തിരിച്ചൊരു ചിരി കൊടുത്തു. പക്ഷേ അയാൾ പിന്നെ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നു, എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു. അയാൾ എനിക്ക് കൈ തന്നു, എന്നെ അങ്ങോട്ട് വാരി ചേർത്ത് പിടിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യു ഡോണ്ട് നോ മീ, ഓൾസോ ഐ ഡോണ്ട് നോ യു. എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഒരു വളരെ ലോങ് ടൈമായിട്ട് ബന്ധമുള്ളതുപോലെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യു ആർ എ ബിലീവർ ആൻഡ് യു ആർ എ മുസ്ലിം, ഓൾസോ യു ആർ ഫ്രം അഹ്ലുസുന്ന, യു ആർ എ സലഫി. ഒറ്റ വാചകത്തിൽ, ഒറ്റ ശ്വാസത്തിൽ മൂപ്പരത് പറഞ്ഞു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആംഗിൾ നമ്മൾ എവിടെ ആലോചിക്കണേയില്ല. വിശ്വാസികൾ പരസ്പരം അല്ലെ പ്രാർത്ഥിക്കുന്നവരാണെന്നാണ്. എന്തോ ആവേശത്തിലാണ്. ജൂത കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചൊരു മനുഷ്യനാണ്. 1.5 മണിക്കൂർ നല്ല വിശദമായ സമയം കിട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന്. കുറേയധികം വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കണ ഒരു മനുഷ്യൻ. അപ്പം ഞാൻ പറയണത്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഒരു ആവേശം ഉണ്ടല്ലോ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഈ ഇരിക്കുന്നത് എന്നുള്ളൊരാവേശം. ഒരു മുസ്ലിമിനെ കാണുമ്പോഴേ, ഒരു അഹ്ലുസുന്നയിലെ ഒരാളെ കാണുമ്പോഴേ ആ ഒരു ആവേശം, അത് നമുക്കെവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ അവിടുന്ന് തുടങ്ങാനാണ് വിചാരിക്കുന്നത്. ഇസ്ലാം പരിഹാരമാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടണമെങ്കിൽ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. എന്താ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത? നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കി മാറ്റിയിരിക്കുന്നു. നിങ്ങളുടെ നിലപാടുകളെല്ലാം മധ്യമമാണ്. നിങ്ങൾ തീവ്രമായി ചിന്തിക്കുന്നവരല്ല. നിങ്ങൾ വിശ്വാസത്തിൻ്റെ പേരിലുള്ള അന്ധവിശ്വാസങ്ങളെ നെഞ്ചിൻ കൂട്ടിൽ സൂക്ഷിക്കുന്നവരല്ല. കാലാതിവർത്തിയായ ആശയധാരയുടെ ആ ഏറ്റവും ശക്തമായ നിലപാടുകളെ നെഞ്ചേറ്റുന്നൊരു ജനതയാണ് നിങ്ങൾ. അങ്ങ് പടിഞ്ഞാറിലെ സൂര്യോദയ നാൾ വരെ നിങ്ങൾ അങ്ങനെയായിരിക്കും. എന്തിനാണ് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത്? ലിതകുനു ശുഹദാ അലന്നാസ്. നിങ്ങൾക്ക് ജനങ്ങൾക്ക് സാക്ഷിയാകുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ജനങ്ങൾക്ക് സാക്ഷിയായി കൊടുക്കുക, എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുക. എങ്ങനെയാണോ റസൂൽ കാണിച്ചെന്നത് അങ്ങനെ നിങ്ങൾ ജീവിക്കാണ് വേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഇസ്ലാം എന്നുള്ള ഈ ഒരു ആത്മാഭിമാനം ഉണ്ടെങ്കിലേ അല്ലേ, നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് മക്കളെ കിട്ടി, അൽഹംദുലില്ലാ, നല്ലൊരു ജോലി കിട്ടി. ഒന്നും ആയിരുന്നില്ല, ഇവിടെ വന്ന് ഞാൻ കഫ്തീരിയയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഫ്തീരിയയിൽ വന്ന ഒരു അറബി ഇങ്ങനെ സംസാരിച്ച് അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയേ. അങ്ങനെയൊക്കെ നമുക്ക് ഓരോ ഓർമ്മകളുണ്ടാവും. അത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു അൽഹംദുലില്ലാ ഉണ്ട്. നീണ്ട വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ഒരാൾക്ക് അവസാനം ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ ഒരു മൈൻഡ് ഉണ്ട്. കൂട്ടുകുടുംബ സംവിധാനത്തിൻ്റെ ഉള്ളിൽ കിടന്ന് സ്വന്തം ഭാര്യ പിടയുമ്പോൾ ഓരോ രാത്രിയും 12 മണിവരെ നമ്മുടെ വിളികൾക്ക് വേണ്ടി കാത്തിരുന്ന് ഫോണിൻ്റെ അങ്ങേ തലക്കൽ എന്നും കരച്ചിലോടുകൂടെ അവസാനിക്കുന്ന അവരുടെ ഫോൺ കോളുകൾ നിരന്തരം വന്നപ്പോൾ കഷ്ടപ്പെട്ടൊരു വീടുണ്ടാക്കി. ആ വീട്ടിലേക്ക് മാറി താമസിക്കുന്ന അന്ന് ഉള്ളിൽ അനുഭവിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ലാബ് റിപ്പോർട്ട് വന്നപ്പോൾ ആ ലാബ് റിപ്പോർട്ടിൽ കടുത്ത രോഗമാണെന്ന ബോധ്യമുണ്ടായിരുന്നു. രണ്ടാമതൊരു വിദഗ്ധാഭിപ്രായം എടുത്തപ്പോൾ വീണ്ടും ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ ഒന്നുമില്ല, ഒക്കെ ഓക്കെയാണ്. നിങ്ങളുടെ കാര്യത്തിൽ ആദ്യത്തെ റിപ്പോർട്ട് ശരിയല്ല എന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ അൽഹംദുലില്ലാ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചു പോരലുണ്ട്. ഞാൻ ചോദിക്കണത്, ഇതൊക്കെ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാണ്. ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ഫീലിംഗ്, അൽഹംദുലില്ലാ വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവനാണല്ലോ, ഞാൻ ദീൻ ഉൾക്കൊണ്ട ഒരാളാണല്ലോ എന്ന നിലക്ക് നമ്മുടെ ഉള്ളിൽ അത്തരം ഒരു ആത്മാഭിമാനമുണ്ടോ? അത്തരം ഒരു ആത്മാഭിമാനം നമുക്കുണ്ടെങ്കിലേ നമ്മൾ പരിഹാരം നിർദ്ദേശിക്കുന്ന ഇസ്ലാമിൻ്റെ അനുയായിട്ട് മാറുള്ളൂ. പലപ്പോഴുള്ള അവസ്ഥ എന്താണ്? പലതരം ആൾക്കാരാണ് സമുദായത്തിൽ. ഞാനൊരു 5-6 വിഭാഗത്തെ പറയാം. നമ്മളിതിൽ എവിടെയാണെന്ന് ഓരോരുത്തരൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക.
അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ട് എൻ്റെ ടോക്കിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഉപകാരപ്പെടും. ഒന്നെന്താ, പേരിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, ആധാർ കാർഡിലുണ്ടാകും, ഇലക്ഷൻ ID കാർഡിലുണ്ടാകും, ഒക്കെ ഉണ്ടാകും. മുസ്ലിം മോപ്പിളൊക്കെ ആയിരിക്കും സംഭവം, അല്ലേ? പക്ഷേ അവർ ദീന് പഠിക്കണില്ല, അവർ ദീൻ അറിയണില്ല. നമുക്കൊക്കെ നമ്മളെ ജീവിതത്തിൽ ഇഷ്ടം പോലെ അനുഭവം ഉണ്ടാവും. ഞാനൊരു പാലക്കാട്ടിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ KSRTCയിൽ ഇരിക്കണം. അപ്പോൾ ഞാനുണ്ട്, വേറെ ഒരു UP കാരനുണ്ട്, പിന്നെ അയാളെ ഭാര്യയുണ്ട്. ഇവർ രണ്ടാളും ചെറിയ പ്രായമാണ്, ഭാര്യയും ചെറിയ പ്രായമാണ്, മൂപ്പരും ചെറിയ പ്രായം. ഇവർ ഭയങ്കര തല്ലൂടലാണ്. എന്നിട്ട് രണ്ടാളും ഭയങ്കര തല്ലൂടലാണ്. നമ്മളടുത്തിരുന്നിട്ട് ഇങ്ങനെ തല്ലൂടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ക്യാ ഹെ ബായ്? അപ്പോൾ കുറേ പരാതി പറഞ്ഞു, പറയണ കേൾക്കുള്ള അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു വന്ന് ഇവൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഒളുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ, നിസ്കാരമാണ് വിഷയം കേട്ടോ, നിസ്കരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പായപ്പോൾ നിസ്കാര വിഷയം. അപ്പോൾ ഒളുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മറുപടി ഒസു ക്യാ ഹെ എന്ന് ചോദിച്ചു. അവൻ്റെ പേര് മുഹമ്മദ് ആലം ദുന്യ എന്തൊക്കെയോ വലിയ പേരാണ് കേട്ടോ, അലോക്കിൻ്റെ പേരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കല്ലേ എന്ന് വെച്ചപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ അറിയോ? ഹമാരാ ഉദർ ഉലമാ ലോക് നമാസ് പഠിത്താ ഹേ, ഹം ഈദ് കോ ജാത്താ ഹേ. ഞങ്ങളവിടെ ഉലമാക്കളാണ് എല്ലാ വക്തും നിസ്കരിക്കുക, ഞങ്ങൾ ഈദിനൊന്ന് പോയി നിസ്കരിച്ചു പോരും. ഇങ്ങനെയുള്ള ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിങ്ങളുണ്ട്. ഈ മുസ്ലിം എങ്ങനെയാണ് പരിഹാരമാകുക? ഈ മുസ്ലിം എങ്ങനെയാണ് പരിഹാരമാകുക? ഈ മുസ്ലിങ്ങളാണ് യഥാർത്ഥത്തിൽ ഭാരം. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തമിഴ്നാട് സ്റ്റേറ്റിൽ നമ്മുടെ കേരളമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പ്രദേശമുണ്ട്, മലയാളികൾ സംസാരിക്കുന്ന ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ആ പരിപാടി കഴിഞ്ഞ് പോരുകയാണ്. അപ്പോൾ നാടുകാണിയിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട ലാസ്റ്റ് ബസ് മിസ്സായി, ഇനി ബസ്സില്ല. അപ്പോൾ ഒരു പോലീസുകാരനുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചു. അദ്ദേഹം ഒരു ലോറി കൈയണിച്ച് തന്നു. മുപ്പര് ലോറിയിൽ കയറിയാണ്. ലോറി ഇങ്ങനെ കയറി വരുമ്പോൾ ഒരാൾ, അപ്പം ഇങ്ങനെ മുപ്പര് മുന്നിൽ ഗണേശ വിഗ്രഹമുണ്ട്. അങ്ങനെ എല്ലാ 2-3-4 ടൈപ്പ് ദൈവങ്ങളൊക്കെ മുപ്പര മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു, ബീവിക്കോ കോയി കാം ഹെ, ബീവിക്ക് എന്തെങ്കിലും ജോലി ഉണ്ടോ ചോദിച്ചപ്പോൾ അയാൾ മറുപടി, ഹമാരാ ഉദർ മുസൽമാൻ ലോക് ബീവിക്കോ കോയി കാം കോ നഹി ബേച്ച്താ ഹെ. ഞങ്ങളവിടെ മുസ്ലിങ്ങൾ എന്ത് ചെയ്യലില്ല, ഒരു ജോലിക്കും അങ്ങനെ പറഞ്ഞേക്കലില്ല എന്നാണ്. അപ്പോഴാണോ മുസ്ലിമാണെന്ന് എനിക്ക് മനസ്സിലായത്. അതുവരെ മുസ്ലിമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, സബ് ക്യാ ഹെ, ഒരുപാട് ദൈവങ്ങളുണ്ടല്ലോ. അപ്പോൾ മുമ്പേ മറുപടി എന്താ അറിയോ? ഹം സബ്കോ പുസ്താ ഹെ, നമ്മളെല്ലാവരോടും ചോദിക്കും, തരുന്നോലൊക്കെ തന്നോട്ടെ എന്നാണ്. മനസ്സിലായില്ലേ? ഞാൻ പറയണ ഇങ്ങനത്തെ ഒരു വലിയ സമൂഹം നമ്മുടെ മുന്നിലുണ്ട്. ആ സമൂഹം നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ സുഖവാസത്തിലാണ്, നല്ല ജോലി, നല്ല കുടുംബം, നല്ല സാഹചര്യം. ഇങ്ങനെ വെളിച്ചമില്ലാത്ത ഈ മനുഷ്യർ നമ്മുടെ അജണ്ടയിലേ വരുന്നില്ല. അവരോടുള്ള സംവാദങ്ങളും അവരോടുള്ള സംസാരങ്ങളും നമ്മുടെ ജീവിതത്തിലേ വരുന്നില്ല. പിന്നെ രണ്ടാമതൊരു തരം മുസ്ലിങ്ങളുണ്ട്. അവരാരാണ്? രണ്ടാമത്തെ ഒരു തരം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്, അവർ ഭയങ്കര സ്പിരിറ്റായിരിക്കും, മുസ്ലിം സ്പിരിറ്റ് ഭയങ്കരമായിരിക്കും അവർക്ക്. പക്ഷേ അവർ സ്രോതസ്സിൽ നിന്നൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പറ്റുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ബാബരി മസ്ജിദിനൊക്കെ വേണ്ടി ഭയങ്കര മുദ്രാവാക്യമൊക്കെ വിളിച്ച് ഭയങ്കര, ഞങ്ങൾ മലപ്പുറം ഭാഷ പറഞ്ഞ സുറുവും കുറ്റിയൊക്കെ കത്തിച്ച് ഭയങ്കര പ്രകടനമൊക്കെ നടത്തും. കുറേ ആൾക്കാർ ഇങ്ങനെ പള്ളിക്ക് കയറുമ്പോൾ അങ്ങനെ പോകും ക്ലബ്ബക്ക്. നിസ്കരിച്ചൂല കേട്ടോ, നിസ്കരിക്കൂല. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം വികാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ചില ഏരിയ ഒന്നും പഠിക്കേയില്ല. അത്യാവശ്യം ഒരു അഡ്ജസ്റ്റ്മെന്റ് നിസ്കാരമൊക്കെ ഉണ്ടാവും, അല്ലെ? മുമ്പാരോ ഒരാൾ പള്ളിയിലച്ഛനോട് വർത്താനം പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ പള്ളിയിലച്ഛൻ കുറച്ചൊരു കാസ ടൈപ്പ് ആളാണ്. ഇവരോ നിങ്ങളെ മുഹമ്മദിനെ മനസ്സിലായി, ഒരുപാട് പെണ്ണ് കെട്ടിയ പുള്ളിക്കാരനല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവനാകെ ഇളകി. ഇവൻ പറഞ്ഞു, അച്ഛാ വല്ലാതെ കളിച്ചാലുള്ള സത്യമൊക്കെ ഞാൻ പറയുന്ന പറഞ്ഞു. അപ്പം എന്തേന്ന് വെച്ചു, ഈസാ നബീൻ്റെ ബാപ്പാരാ, യേശു ക്രിസ്തുവിൻ്റെ ബാപ്പാരാന്നാ ചോദിച്ചത്, അല്ലേ? ആ ചോദ്യത്തിലൂടെ ഇസ്ലാമെന്ന് പുറത്തു പോവുകയാണ്. അപ്പം ഈ ജാതി വികാരജീവികളായ മുസ്ലിങ്ങൾ ഉണ്ടാകും. മുസ്ലിം വിഷയം ഭയങ്കര സ്പിരിറ്റായിരിക്കും, ഭയങ്കര വിഷയമായിരിക്കും. അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, ഇനി വയറ്റത്തൊരു കത്തി കയറ്റിയാലും പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഉള്ള, അതിനുവേണ്ടി ജയിലിൽ കിടക്കേണ്ടി വന്നാലും പ്രശ്നമില്ല എന്നുള്ള വികാരമൊക്കെ ഉണ്ടാവും. പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ കേവല നിസ്കാരം ഉണ്ടാകും, അതിൻ്റെ അപ്പുറത്തൊന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ വലിയൊരു സമൂഹം അവിടെ ഉണ്ട്. അവരും യഥാർത്ഥത്തിൽ സമുദായത്തിന് ബാധ്യതയാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത്, പഠിച്ചിട്ടുണ്ടാവും, കാര്യങ്ങളൊക്കെ അറിയും, ഒന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല കേട്ടോ. ഹിജാബിന് വേണ്ടി ശക്തമായി ചാനൽ ചർച്ചയിൽ പങ്കെടുക്കും, ഹിജാബ് ഉണ്ടാവില്ല.
ഹിജാബിന് വേണ്ടി ശക്തമായ പത്രപ്രസ്താവന നടത്തും. മൂപ്പരെ പെണ്ണുങ്ങളും കുട്ടിയൊക്കെ ഉണ്ടാവില്ല. ഏതോ ഒരു കുട്ടിനെ ഹിജാബ് ഇടാം സമ്മതിക്കാത്തത് ഭയങ്കര വിഷയമായിട്ട് ഇവരെ റൈസ് ചെയ്യും. ഞാൻ അതിനെ വിമർശിക്കുന്നല്ല, അതും ഒരു പങ്കാളിത്താണ് കേട്ടോ. ഇന്നല്ലാഹു യുഅയ്യിദു ദീന ബിൽ ഫാസിഖ്, തമ്മാടിയെ കൊണ്ടും അള്ളാഹു ഈ ദീനിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പ്രവാചകന്റെ പ്രവചനങ്ങളൊക്കെ പുലരണം. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അത് അയാൾക്ക് ഉപകാരപ്പെടൂല എന്നുള്ളതാണ് പലപ്പോഴും ഉള്ള ഒരു കാര്യം. എന്നാൽ പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ആത്മീയതയായിരിക്കും. വേറൊരു ടീം അങ്ങനത്താണ്. എന്താ, പലതും ചെയ്യും, ഒക്കെ ഔട്ട് ഓഫ് സിലബസ് ആയിരിക്കും. പലതും ചെയ്യും, ഒക്കെ നബിനോട് ഭയങ്കര സ്നേഹമായിരിക്കും. അവൻ നബിക്ക് വേണ്ടി പ്രത്യേക ദിനമൊക്കെ ആചരിക്കും. പക്ഷേ യഥാർത്ഥ പ്രവാചക സ്നേഹം എന്താണ്? യഥാർത്ഥ പ്രവാചക സ്നേഹം അത് ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടതാണ്, അല്ലേ? ജീവിതം കൊണ്ട് തെളിയിക്കേണ്ടതാണ്. ആ ജീവിതം കൊണ്ട് തെളിയിക്കുന്നിടത്ത് പലപ്പോഴും ഉണ്ടാകില്ല. എന്നാൽ വിശ്വാസി സമൂഹം എന്ന് പറയുന്നത്, യഥാർത്ഥ വിശ്വാസി സമൂഹം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അവർ നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കും. ഓരോ വർഷവും ഓരോ ദിവസവും അവർക്ക് പുതിയ പുതിയ വെളിച്ചങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ നിരന്തരം മാറുന്നുണ്ടാകും. സാമ്പത്തിക മേഖലയിൽ അയാൾ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ടാകും. അയാൾ ബാങ്ക് പലിശ കൃത്യമായി ക്ലീൻ ചെയ്യാൻ തുടങ്ങിയത് ഒരു പ്രത്യേക ദിവസം മുതൽക്കായിരിക്കും. ബാങ്ക് പലിശയിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന ക്യാഷ് അത് ഒഴിവാക്കിയിട്ടുണ്ടാകും. അയാൾ സക്കാത്ത് കൃത്യമായി കണക്കൂട്ടി കൊടുക്കുന്നുണ്ടാകും. ഇസ്ലാം പറഞ്ഞ എല്ലാ മേഖലയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. വിധവയെ സഹായിക്കണതിൻ്റെ പുണ്യം മനസ്സിലാക്കിയിട്ട് വൺസ് ഒരു ദിവസമെങ്കിലും ഒരു വട്ടെങ്കിലും അയാൾ വിധവയെ സഹായിച്ചിട്ടുണ്ടാകും. അനാഥനായ കുഞ്ഞിൻ്റെ മുടിയിഴകളിൽ വിരൽപ്പായിക്കുമ്പോൾ അതിൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യം കുറയുമെന്ന പ്രവാചകന്റെ വചനം നെഞ്ചേറ്റിക്കൊണ്ട് എത്തീം കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടാൽ അനാഥരോടുള്ള ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന തെറ്റിദ്ധാരണ മൂപ്പർക്ക് ഉണ്ടാവില്ല. സ്വന്തം കുടുംബത്തിലും ബന്ധത്തിലുമുള്ള അത്തരം മനുഷ്യരെ, അത്തരം കുഞ്ഞുങ്ങളെ തേടിപ്പിടിച്ച് ദൗത്യങ്ങൾ നിർവഹിക്കുന്നുണ്ടാകും. അയാൾ സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കുന്നുണ്ടാകും, നിലപാട് പറയേണ്ടിടത്ത് നിലപാട് പറയുന്നുണ്ടാകും, മിണ്ടാതിരിക്കേണ്ടിടത്ത് മിണ്ടാതിരിക്കുന്നുണ്ടാകും. എന്താ കാരണം? അയാൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ 2-3 ആഴ്ച മുമ്പ് എൻ്റെ ഖുത്തുബ പള്ളി പരിപാലനായിരുന്നു. ഞാൻ ഖുത്തുബ പറയുന്ന പള്ളി എൻ്റെ വികസനം നടക്കുകയാണ്, പിന്നെ മുകളിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാര്യം അതിലേക്ക് എല്ലാവരെയും അറ്റൻഷൻ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ടാണ് പള്ളി പരിപാലനം പറഞ്ഞത്. അപ്പോൾ അതിലൊരു ഹദീസ് ഉണ്ട്. ഹദീസിലുള്ള എന്താണ്? പടച്ചോൻ പരലോകത്തുനിന്ന് ചോദിക്കുന്നതാണ്, അയിന ജീറാനി അയിന ജീറാനി, എൻ്റെ അയലോക്കക്കാരെവിടെ, എൻ്റെ അയലോക്കക്കാരെവിടെ എന്ന് ചോദിക്കും പടച്ചോൻ്റെ അയലോക്കക്കാരെ. അപ്പൊ സ്വഹാബത്ത് കൗതുകത്തോട് ചോദിച്ചു, നബിയെ ആരാണ് പടച്ചോന്റെ അയലോക്കക്കാര്? അപ്പൊ പറഞ്ഞു, ഉമ്മാറുൽ മസാജിദ്, പള്ളിയുടെ പരിപാലകരാണ്, പള്ളി പരിപാലിക്കണവരാണ്. അപ്പോൾ വളരെ സമ്പന്നനായൊരു മനുഷ്യൻ വലിയ വണ്ടിയിൽ വരുന്ന ആളാണ്. മൂപ്പരൊരു പള്ളിക്ക് ഈ ക്ലീനിങ് സാധനത്തിൻ്റെ സുഖം എടുത്തിട്ട് മൂപ്പര് ഇങ്ങനെ ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ അള്ളാൻ്റെ അയലോക്കാണം എന്ന് പറഞ്ഞു. എന്താ അതാ ഞാൻ പറഞ്ഞു, അപ്ഡേറ്റ് ചെയ്യണം മുസ്ലിം എന്ന് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ അയലോക്കാകണം മൗലവി എന്ന് പറഞ്ഞു. അത് മാത്രം പറഞ്ഞു മൂപ്പര്. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറയണത് നമ്മൾ ഈ ഗണത്തിലെ വിശ്വാസികളാകണ്ട. അപ്പോൾ നമ്മൾ പരിഹാരമായിരിക്കും, നമ്മളിന്ന് മാതൃക ഉണ്ടാകും. പലപ്പോഴും ഞാൻ എൻ്റെ ടോക്കുകളിൽ ഒരു വ്യക്തിയെ, അർമേനിയയിലെ ഒരു ഇസ്ലാമിക പ്രബോധകന്റെ സംഭവം കൊണ്ടുവരാറുണ്ട്. നമ്മളെ ഭയങ്കര ഹൃദയസ്പർക്കിയായി നമ്മൾ ഭയങ്കരമായി സ്വാധീനിച്ചൊരു കാര്യമാണ്. ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ തുർക്കിയിൽ പോയി. ഈ അർമേനിയക്കാരൻ മനുഷ്യൻ ക്രിസ്ത്യാനി, അയാൾ ക്രിസ്ത്യൻസ് മെജോറിറ്റിയുള്ള പ്രദേശമാണ്. പോയി തുർക്കിയിൽ പോയപ്പം അവരിങ്ങനെ പോയി ഭയങ്കര ഒരു ഗ്രാമപ്രദേശത്തെത്തി. ഒരുപാട് കൃഷിയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ട് തിരിച്ച് അവരുടെ ഹോട്ടലിലേക്ക് പോകാൻ നോക്കുമ്പോൾ വാഹനങ്ങളൊന്നുമില്ല. അപ്പോൾ പറയാം, ഒരു താടി വെച്ച ഒരു കറുത്ത മനുഷ്യൻ, ഒരു വയോധികൻ ഞങ്ങളെ വന്ന് പരിചയപ്പെട്ടു. ഞങ്ങളെ അയാളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വേറെ വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളിൽ അയാളെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു താടി വെച്ച ആളെ കാണുമ്പോഴുള്ള എല്ലാ ധാരണപ്പിഴവുകളും ഉണ്ടായിരുന്നു. അയാൾക്കറിയുന്ന ഇംഗ്ലീഷിലെ വാചകങ്ങൾ കൂട്ടിച്ചേർത്ത് വെച്ച് അയാൾ ആംഗ്യങ്ങളിലൂടെ അല്ലാതെയൊക്കെ ഞങ്ങളോട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മരത്തിൽ നിന്ന് കരിയിലകൾ വീഴും പോലെ അയാളെക്കുറിച്ചുള്ള എൻ്റെ ഊഹങ്ങളുടെ ലോകം പതിയെ ഇല്ലാതായി. വീട്ടിൽ ചെന്നപ്പോൾ അയാൾ എത്രമാത്രം ദരിദ്രനാണെന്ന് അയാളുടെ കുടിൽ കണ്ടപ്പോൾ മാത്രമല്ല, വീട്ടിലുള്ള ഭക്ഷണത്തിൽ നിന്ന്, ഞങ്ങളുടെ മുന്നിൽ വിളമ്പി വെച്ച ആ ഭക്ഷണപാത്രത്തിൽ നിന്ന് അയാളുടെ ദാരിദ്ര്യത്തിൻ്റെ ആഴം എനിക്ക് കിട്ടി. രാത്രി എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് ഉറങ്ങാൻ അയാൾ ഒരു ഇടം തന്നു. ഞങ്ങളവിടെ കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എണീറ്റ് കുളിക്കാനും ഫ്രഷാകാനും വേണ്ടി മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടുമുറ്റത്തെ മരത്തിൻ്റെ ചുവട്ടിൽ
ഈ മുലകുടിപ്രായത്തിലുള്ള കുഞ്ഞിനെ തട്ടത്തലക്കൽ ചുറ്റിയിട്ട് മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ച് അയാളുടെ ഭാര്യയും അരികത്ത് അയാളും ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു അയാളോട്, വാട്ട് ആർ യു ഡൂയിങ് മാൻ? ഓ മനുഷ്യ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അതിനയാൾ തന്ന ഉത്തരം, ഞങ്ങളുടെ വീട്ടിലൊരു റൂമേ ഉള്ളൂ, നിങ്ങൾ ഞങ്ങളെ ഗസ്റ്റാണല്ലോ, ഞങ്ങളുടെ പ്രവാചകൻ ഞങ്ങളെ ആതിഥ്യ മര്യാദകൾ പഠിപ്പിച്ചിട്ടുണ്ട്, ആ ആതിഥ്യ മര്യാദയുടെ ഭാഗമായി അത് നിങ്ങൾക്ക് തന്നതാണ്. അന്ന് എൻ്റെ ഭാര്യ പറഞ്ഞു, നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളെ കണ്ടിട്ടില്ല, നമ്മളെ കേട്ട ഇസ്ലാം യഥാർത്ഥ ഇസ്ലാമല്ല. അവിടെ നിന്നാണ് അവർ പഠിക്കണത്. അയാളെ ഇസ്ലാം സ്വീകരിക്കുന്നത്, അയാളെ 80,000-ത്തോളത്തിലധികം ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന ഒരു സെൻറ്ററിൻ്റെ ഒരു ഇസ്ലാമിക പ്രബോധന കേന്ദ്രത്തിൻ്റെ ആളായി മാറുന്നത്. യൂട്യൂബിൽ ആ വീഡിയോ കിടക്കുന്നുണ്ട് കേട്ടോ. വീഡിയോയുടെ പുറമെ അയാളെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഡാറ്റയൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ പറയണത്, നമ്മൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്യുകയും നിരന്തരം പഠിക്കുകയും ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളെ നിരന്തരം പരിശോധിക്കുകയും ചെയ്യുമ്പോഴാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന പൂർണ്ണതയിലേക്കുള്ള യാത്ര നമുക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ അസ്ലുകളുണ്ട്, അസ്ൽ ആദ്യം ക്ലിയർ ആക്കണം. നിർബന്ധമായിട്ടും സ്വീകരിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതാദ്യം ക്ലിയർ ആക്കണം. പിന്നെ അത് ക്ലിയർ ആക്കുമ്പോൾ അനുബന്ധത്തിൻ്റെ വാതിലുകൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ തുറക്കും. കാഴ്ചകളുടെ പുതിയ ലോകം നമുക്കിങ്ങനെ കണ്ടു തുടങ്ങും. അവിടെ വല്ലാത്തൊരു ആസ്വാദനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ, ആവേശത്തിൻ്റെ, മനസ്സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ഒരു പുതിയ തുരുത്ത് രൂപപ്പെടും. ചുറ്റുമുള്ളവരൊക്കെ എങ്ങനെയൊക്കെ ആയാലും നമുക്ക് നമ്മുടേതായ ഒരു പ്ലാനും പദ്ധതി അപ്പം ഉണ്ടാകും. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, അതുകൊണ്ട് അങ്ങനെ ഉള്ളൊരു വ്യക്തിക്ക് ഹലാവത്തുൽ ഈമാൻ ഉണ്ടാവും. ബിരിയാണിക്കൊരു മധുരമുണ്ട്, ജ്യൂസുകൾക്കൊരു മധുരമുണ്ട് എന്ന് പറയുന്നത് പോലെ വിശ്വാസത്തിനൊരു മധുരമുണ്ട്. വിശ്വാസത്തിൻ്റെ മധുരം ഉൾക്കൊണ്ടൊരു വ്യക്തി ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ആ ആംഗിളിലാണ് കാണുക. ഒരു വിഷയം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എൻ്റെ ടോക്കുകളിൽ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഉമ്മ എന്നെ വിളിച്ചു, അങ്ങനെ പറഞ്ഞു, എൻ്റെ മോളെ കുട്ടി കഴിഞ്ഞ ദിവസം കുളത്തിൽ വീണു മരിച്ചു ഉസ്താദേ. അപ്പോൾ കുറേ ഞങ്ങൾ തിരഞ്ഞു നടന്ന് അവസാനം കുട്ടിനെ അവളെന്നെയാണ് കണ്ട്, കുളത്തിലിറങ്ങി അവളെന്നെ എടുത്തു. അവളെന്നെ എടുത്തിട്ട് കുട്ടീൻ്റെ വയറ്റത്തൊക്കെ ഞെക്കിയൊക്കെ വെള്ളമൊക്കെ കളഞ്ഞ് അവൾ പറഞ്ഞു, നമുക്ക് വേഗം മറവ് ചെയ്യാം, എൻ്റെ മോൾക്ക് എത്രയും പെട്ടെന്ന് സ്വർഗത്തിൻ്റെ കാഴ്ച അവൾ കണ്ടോട്ടെ, ഒരുപാട് ആളെ കാത്തു നിൽക്കണമെന്നില്ല. പെട്ടെന്ന് അവരെന്നെ കഫം ചെയ്ത് നിസ്കരിച്ച് കുട്ടീനെ കൊടുത്തു. പിന്നെ അവളിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്, അവളൊന്നും കരയണില്ല. അവളുടെ മനോനിലയ്ക്ക് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്ന് വന്ന് സംസാരിക്കണം, തിരക്കാണെന്നൊക്കെ അറിയാം. അപ്പം ഞാൻ യാത്ര ചെയ്യണ ഒരു റൂട്ടാണ്. ശരി, ഞാൻ അവിടെ പോയി ചെന്നപ്പോൾ ആ സഹോദരിയെ കണ്ടു. അവർ പറഞ്ഞു, ഉമ്മ ആരോടോ സംസാരിക്കാനായിട്ട് ഞാൻ നോക്കിയപ്പോൾ നിങ്ങളെ നമ്പറെന്ന് മനസ്സിലായി, നിങ്ങൾ വന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. മൗലവി, എനിക്ക് വിഷമമില്ലായിട്ടല്ല, പക്ഷെ ഞാനൊരു ഹദീസ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു റേഡിയോ സംവിധാനമുണ്ട്, അതിന്ന് അത് കോട്ട് ചെയ്തിട്ട് അവർ പറയണം. അതുപോലെ ഖുറാൻ പഠന സംരംഭങ്ങളുണ്ട്, അവിടുന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത്? എന്താണ്? സ്വന്തം കുഞ്ഞ് മരണപ്പെട്ടാൽ ആരെങ്കിലും അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അവർക്കൊരു വീടുണ്ട് എന്ന കാര്യം ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ കുഞ്ഞിനെന്തായാലും എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി ആ വീട് എന്തായാലും നഷ്ടപ്പെടുത്തിക്കൂടാ. അപ്പം ഞാൻ സ്വബറാക്കിയത് അതേ പറയുക, ഇസ്ലാം പരിഹാരമാണ്. അവരുടെ അലയടിക്കേണ്ട ദുഃഖത്തിൻ്റെ കടൽ, ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കേണ്ടുന്ന ജീവിതം, ആയുഷ്കാലം മുഴുവൻ സൈക്കാട്രി മെഡിസിൻ കഴിച്ച് ജീവിക്കേണ്ടുന്നതിന് ഇസ്ലാമാണ് അവിടെ പരിഹാരം പറഞ്ഞു കൊടുക്കണത്. ആ ഒരു ഹദീസിൽ പിടിച്ചാണ് അവർ എഴുന്നേറ്റ് നിൽക്കുന്നത് കേട്ടോ. നമ്മുടെ കണ്ണൂരിലെ ഒരു പ്രദേശത്തൊരു കുട്ടി വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. അപ്പോൾ ആ വീട്ടിൽ സന്ദർശിച്ചാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ ആ കുട്ടീനെ ഉമ്മാനെ വിളിച്ചിരുത്തി. ഞാൻ ചോദിച്ചു, നിങ്ങൾ അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലിയിട്ടില്ലേ? ചൊല്ലി മൗലവി, പക്ഷേ എൻ്റെ കുട്ടി മരിച്ചതിന് എന്തിനാണ് അൽഹംദുലില്ലാ എന്ന് എനിക്ക് പറയണത് എനിക്ക് കിട്ടണില്ല, അതെനിക്ക് മനസ്സിലാകണില്ല. എങ്ങനെ ആലോചിച്ചിട്ടും ആ മരിച്ചത് നന്നായി എന്ന് തോന്നണില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഷഹബാസ്, താമരശ്ശേരിയിലെ ഷഹബാസ് മരിച്ചത് നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെ അല്ലല്ലോ നമ്മളെ കുട്ടി മരിച്ച്. അല്ല. അപ്പം ആ സ്ത്രീ അൽഹംദുലില്ലാ. എത്രയോ കുട്ടികൾ മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന് ആർത്ത് വിളിച്ച് കരഞ്ഞ് അവസാനം ആത്മഹത്യ ചെയ്തിട്ടില്ലേ? ആ ഗണത്തിൽ നമ്മളെ കുട്ടി പെട്ടിട്ടില്ലല്ലോ. ഇല്ല. ഡ്രഗ്സ് അടിച്ചടിച്ചടിച്ചടിച്ച് ജീവിതം നിശ്ചലമായി പോയവരല്ലേ? ആ ഗണത്തിൽ പെട്ടിട്ടില്ലല്ലോ. നാഷണൽ പെർമിറ്റ് ലോറിയുടെ ചക്രത്തിൻ്റെ അടിയിൽ അമർന്ന് ഒരു കവറിലേക്ക് വാരിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ
ആയി മൃതശരീരങ്ങളായി മാറി, ഒന്ന് കാണാൻ കിട്ടാതെ മരിച്ചിട്ടില്ലേ? ആ ഗണത്തിൽ പെട്ടിട്ടില്ലല്ലോ. അവന് വെള്ളത്തിൽ മുങ്ങിയല്ലേ മരിച്ച്. അങ്ങനത്തെ ഒരാൾക്ക് കിട്ടുന്ന വലിയ മഹത്വങ്ങളെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ? ഇത് കേട്ടോടുകൂടി സ്ത്രീ ഇങ്ങനെ വിങ്ങി 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 കരഞ്ഞവരും റെഡിയായി, എന്നിട്ട് ഉറപ്പിന് ആശ്വാസമായി. അതാണ് ഇസ്ലാം പരിഹാരമാണെന്ന് പറയുന്നത്. കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തു പോണ ഒരു വിശ്വാസി, നിരന്തരം പഠിക്കണ ഒരു വിശ്വാസി, അയാൾ ശരിയായ ഉത്തരങ്ങളിലേക്കെത്തും. അയാൾക്ക് വലിയ മനഃശാന്തിയുടെ, മനസ്സമാധാനത്തിൻ്റെ മാർഗങ്ങൾ തെളിയും. അയാൾക്ക് ആശ്വാസ തീരങ്ങൾ അണയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വഹാബത്തൊക്കെ അതിജീവിച്ചത് അങ്ങനെയാണ് അല്ലേ? പ്രവാചകന്റെ ഒരു സ്വഹാബി, പേര് ഞാൻ ഓർക്കണില്ല, ആ സ്വഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് പരാതി വന്നു. എന്താ പരാതി? സഅദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെക്കുറിച്ച് പരാതി എന്താ? ചില ദിവസം സഅദ് നമസ്കാരത്തിൽ ബോധം കെട്ട് വീഴും. പിന്നെ അന്ന് സഅദിന് ആർക്കും കിട്ടൂല. അദ്ദേഹം കുറേ പ്രാർത്ഥിക്കും, കുറേ നിസ്കരിക്കും, കുറേ സുജൂദ് ചെയ്യും. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആത്മകഥം ചെയ്യാണ്, പടച്ചോനെ, എൻ്റെ സഅദിനെ കുറിച്ച് മോശമായ കാര്യങ്ങളൊന്നും കേൾക്കേണ്ടി വരരുത്, ഞാൻ അറിഞ്ഞ സഅദിനപ്പുറം ഒരു സഅദ് ഉണ്ടാകരുത്. വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ മാത്രം ഞാൻ പരാതി ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അത് അങ്ങയോടും പറയാണ്. ഖലീഫ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാണ്. എന്താ കാര്യം? അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. അദ്ദേഹം കഥ പറയാം. അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. ഇസ്ലാം മക്കത്ത് പ്രചരിച്ചു തുടങ്ങിയ കാലം. ഒരു സംഘം ആളുകൾ ഹുബൈബ് ബിൻ അദിയിനെ, അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ ബന്ധിച്ച് തിഹാമയുടെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. തിഹാമ പർവ്വതത്തിൻ്റെ മുകളിലേക്ക്. കൗതുകത്തോടെ, അത്ഭുതത്തോടെ, ഭയത്തോടെ ഞാനും അവരെ പിന്തുടർന്നു. പർവ്വതത്തിൻ്റെ മുകളിലെത്തുമ്പോൾ അവർ ഒരു കുരിശ് മരത്തിലേക്ക് അദ്ദേഹത്തെ ചേർത്ത് നിർത്തി. അങ്ങനെ ആദ്യത്തെ ആണി അടിക്കും മുമ്പ് അവർ ചോദിച്ചു, ജീവിതത്തിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 റകഅത്ത് നിസ്കരിക്കണം. 2 റകഅത്ത് നിസ്കാരം വേഗം പൂർത്തിയാക്കിയിട്ട് അദ്ദേഹം പെട്ടെന്ന് തിരിച്ചു വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സുജൂദിന് വല്ലാത്തൊരു സുഖമുണ്ട്, പക്ഷേ ഞാൻ കുറേ നേരം നിസ്കരിച്ചാൽ എനിക്ക് മരിക്കാൻ പേടിയാണ് നിങ്ങൾ വിചാരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ശിക്ഷ നടപ്പിലാക്കുക. അവരദ്ദേഹത്തെ ചേർത്ത് നിർത്തി പച്ച മാംസത്തിലേക്ക് മരത്തിൻ്റെ ആണികൾ അടിച്ച് കയറ്റി. രക്തം ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കുമ്പോൾ കൈകളിൽ ഈത്തപ്പഴം, ആ ഈത്തപ്പഴം ഞാൻ നോക്കുമ്പോൾ മക്കയിൽ അന്ന് ഒരു തോട്ടത്തിലും കായ്ക്കാത്ത ഈത്തപ്പഴം അതെങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കയ്യിൽ വെച്ച് കൊടുത്ത ഈത്തപ്പഴം ഇങ്ങനെ കഴിച്ച് അതെങ്ങനെ പാടണം, വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ് ജംബിൻ കാന ലില്ലാഹി മസ്റഇ. വിശ്വാസിയായിരിക്കെ ഞാൻ, മുസ്ലിമായിരിക്കെ ഞാൻ, മുഅ്മിനായിരിക്കെ ഞാൻ എങ്ങനെ മരിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. അതാ ഈമാനിൻ്റെ കരുത്താണ്. അത് ഞാൻ കണ്ടു, ഞാൻ മടങ്ങി. എൻ്റെ ഉള്ളിൽ മുഴുവൻ അരുതെന്ന് പറയാൻ എനിക്ക് കഴിയാത്തതിൻ്റെ ദുഃഖമായിരുന്നു. ഇടതൂർന്ന ഈത്തപ്പനത്തോട്ടങ്ങളിലൂടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ, ഞാൻ എൻ്റെ കുടിലേക്ക് മടങ്ങുമ്പോൾ ഈത്തപ്പനത്തോട്ടം മുഴുവൻ കേൾക്കേ ഞാൻ വിളിച്ചു പറഞ്ഞു, ലാത്തേ ഉസ്സേ മനാത്തേ, നിങ്ങളുടെ പേരിലാണ് ഒരു പാവം അരുങ്കൊല ചെയ്യപ്പെട്ടത്. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വരൂല. നിങ്ങളാരും പ്രതികരിച്ചിട്ടില്ല, നിങ്ങളെ എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ വളർന്നു, ഞാൻ വലുതായി, ഞാൻ ഗവർണറായി, ഞാൻ ഉത്തരവാദിത്വമുള്ളവനായി. നാളെ പരലോകത്ത് ഹുബൈബിനെ കൊന്നപ്പോൾ എന്തേ നീ മിണ്ടാതിരുന്നു എന്ന് അള്ളാഹു ചോദിച്ച എൻ്റെ മറുപടി എന്തായിരിക്കും എന്ന അസ്വസ്ഥത എൻ്റെ മനസ്സിൽ വരുമ്പോൾ എൻ്റെ ബോധം പോകും. പിന്നെ ഞാൻ ഇസ്തിഗ്ഫാറിൽ കഴിയണമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, എങ്ങനെയാണ് അവർക്ക് അതിനത്ര മനോഹരമായി ഫേസ് ചെയ്യാൻ പറ്റിയത്? സ്വന്തം ഉമ്മയും വാപ്പിയൊക്കെ നഷ്ടപ്പെട്ട ഫലസ്തീൻ ബാല്യങ്ങൾ, അവർ പറയുന്ന ഷോർട്സൊക്കെ നമ്മൾ കാണുന്നുണ്ട്. തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഈ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്നത് നമുക്ക് മനോഹരമായി കാലിഗ്രാഫിയിൽ എഴുതി വെക്കാനുള്ളതും വീട്ടിൻ്റെ ചുമരിൽ കെട്ടിത്തൂക്കാനുള്ളതും കാറിൽ ചേർത്തു വെക്കാനുള്ളതും മാത്രമായി മാറുന്നിടത്താണ് സമുദായത്തിന് അപജയങ്ങൾ സംഭവിക്കുന്നത്. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് കാലിഗ്രാഫിയിൽ എഴുതുമ്പോൾ തന്നെ അരയിലും കഴുത്തിലൊക്കെ പലതും കെട്ടിത്തൂക്കി അതിനെ അവലംബിക്കുന്ന സമുദായത്തെയാണ് നമുക്ക് ശരിപ്പെടുത്തിയെടുക്കാനുള്ളത്. അവിടെ പഠിച്ചവന്റെ സഹായം ഉണ്ടാകുള്ളൂ. തർത്താരികൾ മുസ്ലിങ്ങൾ ആക്രമിക്കുന്ന കാലത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം
അദ്ദേഹത്തിന്റെ ദൗത്യം നിർവഹിക്കുന്ന കാലത്ത് താർത്താരിയായ ഒരു സൈനികൻ ഒരു മുസ്ലിം ചെറുപ്പക്കാരനോട് നീ ഇവിടെ നിൽക്ക്, നിന്നെ കൊല്ലാനുള്ള വാളെടുക്കാൻ പോവുകയാണ് ഞാനെന്ന് പറഞ്ഞാൽ പേടിച്ചിങ്ങനെ നിൽക്കും. അയാൾ വന്ന് വെട്ടിയിട്ട് പോകും. ആ കാലത്ത് അബൂ ഉമർ എന്ന് പറയുന്ന ഷെയ്ഖിന്റെ ഖബറിൻ പുറത്തേക്ക് നിങ്ങൾ പൊയ്ക്കോളൂ, എന്നിട്ട് അവിടെ ചെന്ന് നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങളും വേദനകളും അവതരിപ്പിച്ചോളൂ എന്ന ആളുകൾ പറഞ്ഞ കാലത്താണ് അദ്ദേഹം ജനങ്ങളെ തിരിച്ചു വിളിച്ചത്. അതുകൊണ്ട് പരിഹരിക്കുന്ന മുസ്ലിങ്ങളും ഇസ്ലാം പരിഹാരത്തിന്റെ ശബ്ദമായി മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഈമാനിന്റെ രുചിയറിഞ്ഞ ഒരു ജനസമൂഹമാകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എത്ര രുചി അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇസ്ലാം ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗോയിങ് റിലീജിയൻ. ഇസ്ലാം ലോകത്തെ ഏറ്റവും വേഗതയാർന്ന മതമാണ്. നിങ്ങൾ ഏത് ചാറ്റ് ബോർഡിനോട് ചോദിച്ചോളി, നിങ്ങൾ ജസ്റ്റ് ഇത് ടൈപ്പ് ചെയ്തിട്ട് ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളൊന്ന് അതിൻ്റെ ഇമേജ് ഗൂഗിൾ ഇമേജ് ഒന്ന് എടുത്തു നോക്ക്, ആ ഗ്രാഫ് നിങ്ങൾക്ക് കാണാം കേട്ടോ. ആ ഗ്രാഫ് കാണാം. എന്താ ഇസ്ലാം എന്തുകൊണ്ട് വളരുന്നു, ഇതിൻ്റെ കാരണങ്ങൾ ചോദിച്ചാൽ കാരണങ്ങൾ കറക്റ്റ് തരും. കാരണങ്ങൾ ഇവിടുത്തെ ജൂതൻ നിയന്ത്രിക്കുന്ന മെഷീൻസ് പോലും കൃത്യമായ കാരണം തരും. എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, കൃത്യമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ. ഞാൻ അതിലേക്ക് വരാം അല്ലേ. അതിവേഗം ഇസ്ലാം വളരെയാണ്. എൻ്റെ സഹോദരൻ നൂറുദ്ദീൻ സുലാഹി, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ, നിങ്ങൾക്ക് അറിയണ്ടാവും ഞാൻ വിചാരിക്കണം. അദ്ദേഹം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. അപ്പം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, അദ്ദേഹം പഠിക്കുന്ന അതേ ക്ലാസ്സിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയെക്കുറിച്ച്, യൂറോപ്പിലെ തെരുവിൽ ഒരു മനുഷ്യനിങ്ങനെ കറുത്ത വർഗ്ഗക്കാരനിങ്ങനെ രാത്രി കഴിച്ചിട്ടില്ല, രാവിലെ കഴിക്കാനില്ല, അതിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരോട് ഇങ്ങനെ ഭിക്ഷയാചിക്കുകയാണ്. ആരും കൊടുക്കണില്ല. ഫാൻസി കാറുകളിൽ ആളുകൾ ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യനെ അയാളെ കൈക്ക് പിടിച്ചു, നേരെ അയാളെ കൊണ്ടേ ഇരുത്തി ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, ഒരുപാട് മനുഷ്യരോട് ഞാൻ ചോദിച്ചു, അവരൊന്നും എനിക്ക് ഭക്ഷണം തന്നില്ല, നിങ്ങൾ ഭക്ഷണം തരാനുള്ള കാരണം എന്താണ്? അയാൾ പറഞ്ഞു, വയുത്ഇമൂന തഅമ അല ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഖുർആൻ എന്നുള്ള കോട്ടിങ്സും പ്രവാചകന്റെ വചനങ്ങളൊക്കെ ഉദ്ധരിച്ചെടുത്തപ്പോൾ, വിശക്കുന്ന എനിക്ക് ഭക്ഷണം വാങ്ങിത്തരണം എന്ന് പറയാൻ വേണ്ടി 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിക്കണമല്ലോ എന്ന് അയാൾ ചിന്തിച്ചു. അയാൾ പഠിച്ചു. അയാൾ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ശരിയായ വിഭാഗം വിദ്യാർത്ഥിയായി. ഞാൻ ഒരു ദിവസം ഖുത്ബ തുടങ്ങിയത് ഇത് വെച്ചിട്ടാണ് കേട്ടോ, ഇത് വെച്ചിട്ട് തുടങ്ങി. അപ്പോൾ ആരൊരാളെ ഈ കഥ അവിശ്വസനീയമാണെന്ന് എഴുതിയിട്ടു യൂട്യൂബിൽ കമൻറ്റിൽ. അവൻ നൂറുദ്ദീൻ സുലാഹി അതിന് വന്നിട്ട് അയാളുടെ പേരും ഡീറ്റെയിൽസും അയാൾ എഴുതിയ പുസ്തകങ്ങളുടെയൊക്കെ ഡീറ്റെയിലൊക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ആ യൂട്യൂബ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞേ, ഒരാൾക്ക് വെളിച്ചം പകരാന്ന് പറയുന്നത് സഹോദരങ്ങളെ ഇത്ര എളുപ്പമാണ്. ഇത് പടരാണ്. ഇതിൽ നമുക്കൊരു ആത്മബോധവും ആവേശമൊന്നും തോന്നിയിട്ടില്ലെങ്കിലും ലോകം ഇത് വളരെ ശക്തമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിയാഉർ റഹ്മാൻ അഅ്ലമി എന്ന് പറയണേ ഇന്ത്യക്കാരനായ ബ്രാഹ്മണ കുടുംബത്തിലെ 25കാരൻ, 30 വയസ്സിൻ്റെ ഉള്ളിൽ 18 മുതൽ 30 വയസ്സ് വരെ വ്യത്യസ്ത പ്രായം അദ്ദേഹത്തിൻ്റെ ഇസ്ലാം സ്വീകരണത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു സന്യാസത്തിൻ്റെ അവസ്ഥയിൽ ജീവിച്ച വ്യക്തി, അയാൾ അവസാനം മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റി, PhD അവസാനം അൽ അസ്ഹർ, ഈജിപ്തിൽ അൽ അസ്ഹറിലൊക്കെ പഠിച്ച് മദീനയിലെ ഹദീസ് കുല്യത്തുൽ ഹദീസിന്റെ ഡീനായി മാറുന്നിടത്തേക്ക് എത്തി. അപ്പം നമ്മൾ വെറുതെ പറയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ആവുള്ളൂ ഇത്രയൊക്കെ ആവുള്ളൂ എന്ന് വെറുതെ പറയാം. നമ്മൾ നിരന്തരം അപ്ഡേറ്റ് ചെയ്യുന്ന, നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വളർത്തി വലുതാക്കി കൊണ്ടുവരും. ദീന് പഠിക്കണവർക്ക് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു മക്കത്ത് വെച്ച് വേറൊരു പ്രദേശത്തിന്റെ ഗവർണറെ കണ്ടപ്പോൾ അവിടെ വാന്ന് പറഞ്ഞു, ആർക്കാ അവിടെ ചാർജ് കൊടുത്തതെന്ന് വെച്ചു. ഉംറക്ക് വന്നപ്പോൾ അപ്പോൾ പറഞ്ഞു ഇന്നയാൾക്കാണ് കൊടുത്തത്. ഹോ, അടിമയായ അയാൾക്കാണോ കൊടുത്തത്? ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അതെ. ഓഹു അഖറഉ ഫീന, ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ നന്നായി അറിയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എന്താ അവിടെ പറഞ്ഞ വാചകം എന്നറിയോ? ഇസ്ലാമിനെ അടിമത്തത്തിന്റെ ചരട് കൊണ്ട് കെട്ടി അങ്ങോട്ട് മെല്ലെ വേസ്റ്റ് ബോക്സിലേക്ക് ഇടാന്ന് വിചാരിക്കുന്നവർക്ക് കൂടിയുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത്. എന്താ? ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. അല്ലാഹു ഈ കിതാബ് കൊണ്ട് ഒരു ജനതയെ ഉയർത്തുകയും വേറൊരു ജനതയെ തളർത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താ? അദ്ദേഹത്തിന് കിട്ടിയ അധികാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് കിട്ടിയ ഗവർണർ പദവിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു മഹാപണ്ഡിതനുണ്ട്. അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടപ്പോൾ, അദ്ദേഹത്തിൻ്റെ കോലം കണ്ടപ്പോൾ ആളുകൾ ഇങ്ങനെ ചിരിക്കും, കണ്ടാൽ തന്നെ ചിരിക്കും. അത്ര വൈകൃതമാണ്, അത്ര വികൃതമാണ് അദ്ദേഹത്തിൻ്റെ രൂപം.
അപ്പോൾ ചെറിയ കുട്ടിയായപ്പോൾ ആളുകൾ കളിയാക്കുമ്പോൾ ആ കളിയാക്കൽ സഹിക്കവയ്യാതെ ഏങ്ങിക്കരയുന്ന മകനെ ചേർത്ത് പിടിച്ചിട്ട് ഉമ്മ പറഞ്ഞെടുത്ത് ഈ ഹദീസ് പറഞ്ഞെടുത്തു, മോനെ നീ കിതാബ് പഠിക്ക്, ഖുറാൻ പഠിക്ക്, നിന്നെ ജനം ബഹുമാനിക്കും, നിന്നെ ജനം ആദരിക്കും. മക്കയിലെ ഖാളിയായി പിന്നീട് നിശ്ചയിക്കപ്പെട്ട അദ്ദേഹത്തെക്കുറിച്ചുള്ള രേഖപ്പെടുത്തപ്പെട്ട കാര്യം എന്താ അറിയോ? അദ്ദേഹം ജഡ്ജ്മെന്റിന് വേണ്ടി അവിടെ വന്നിരുന്നാൽ VIP കളടക്കം ശ്വാസം പിടിച്ചിങ്ങനെ ഇരിക്കുന്നതാണ്. ദീനിനും ഖുർആാനിനൊക്കെ അങ്ങനത്തെ ഒരു ശക്തി ഉണ്ട്. നമുക്ക് നാട്ടിലെ എല്ലാ കാര്യവും അറിയാം. നമ്മൾ ഓതുന്ന ഖുർആനിലെ, നമ്മളെ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം പോലും നമുക്കറിയില്ല. അറിയോ? നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളുടെ അർത്ഥം പലപ്പോഴും നമുക്കറിയില്ല. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ നഷ്ടവും ഏറ്റവും വലിയ അവസ്ഥയും അത് തന്നെയാണ്. കച്ചവടത്തിൽ വന്ന $1 മില്യൺ നഷ്ടമല്ല, ഈ റൂഹ് വിട്ടു പിരിയുന്നതോടുകൂടെ ജീവിതം തുടങ്ങുകയാണ്, അവസാനിക്കല്ല. അല്ലേ? ജീവിതം തുടങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ആ ജീവിതം തുടങ്ങുന്നിടത്തേക്കുള്ളതൊന്നുമില്ല. ബാങ്ക് അക്കൗണ്ട് വളരെ സമ്പന്നാണ്. ചിലർക്കൊക്കെ തലമുറകൾക്ക് ജീവിക്കാവുന്നതുണ്ട്. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയണത്. ഇനി അമ്മക്കഴുത്തൊന്നും ഇല്ലെങ്കിലും തലമുറകൾ ജീവിക്കും, ഉറപ്പാ. അല്ലേ? തലമുറകളിൽ ഇപ്പൊ പ്രൗഢമായി ജീവിക്കും. ഒന്നുമില്ലാത്ത തലമുറകൾ പ്രൗഢമായി ജീവിക്കും. എനിക്കറിയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ഭൂമി വാങ്ങിയിട്ട് പറഞ്ഞു, എൻ്റെ വാപ്പ ഈ ഇവർക്ക് ഞങ്ങളെ പോറ്റാൻ വേണ്ടി വിറ്റ ഭൂമിയാണിത്. എൻ്റെ ഒരു റിവഞ്ചായിരുന്നു. വാപ്പ ഞങ്ങളെ പോറ്റാൻ വേണ്ടി വിറ്റത് മുഴുവൻ എൻ്റെ അധ്വാനം കൊണ്ട് തിരിച്ചു പിടിക്കണം. അവസാനത്തോ ഞാൻ തിരിച്ചു പിടിച്ചു. അപ്പോൾ തന്നെ അന്ന് ആ വാപ്പ വീട്ടുജോലി ചെയ്തിരുന്ന തറവാട്ടുകാരൊന്നും അല്ലാതെ ആയിട്ടുണ്ട് അവരുടെ ഈ തലമുറ. ആ വീട്ടുകാർക്ക് എല്ലാം കൊടുക്കുന്നത് ആരാ? ഇയാളാണ്. അയാൾ അത് കാര്യമായി ചെയ്യുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ കൊലായിലിരുന്ന് വാപ്പ കുടിച്ച കഞ്ഞിയും വാപ്പാൻ്റെ അധ്വാനവുമാണ് ഇതിൻ്റെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ട് ഞാൻ പഴയ പോലെ തന്നെ അവരെ ബഹുമാനിക്കും. എന്നോട് വളരെ പേഴ്സണലായി ഒരു മനുഷ്യൻ സംസാരിച്ച കാര്യം ഞാൻ പറയണേ. അതുകൊണ്ട് സഹോദരന്മാരെ, എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക എന്താ അറിയോ? നമുക്കെങ്ങനെയും വളരാം. ഇസ്ലാമിൽ ബിസിനസ്സിൽ വളരണേലേറെ വലുതായി വളരാം. പക്ഷേ ഞാൻ പറഞ്ഞ 6 കാറ്റഗറി മുസ്ലിങ്ങളിൽ 6ാമത്തെ കാറ്റഗറി ആകണം. നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഏതൊക്കെ മേഖല ഇപ്പോൾ പഠിക്കണമെന്നത് ആലോചിച്ചുകൊണ്ടിരിക്കും. ഇസ്ലാമിലെ തൗഹീദ് എന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമാണ്, അല്ലേ? അത്രയും മനോഹരമാണ്. ഒരു വ്യക്തിക്ക് അത് കൊടുക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, അല്ല? ഒരു വ്യക്തിക്ക് അത് കൊടുക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ സമുദായം പലപ്പോഴും മുദബ്ബിറുൽ ആലം എന്ന് പറയുന്നത് ഇവിടുത്തെ ചില ശൈഖന്മാരാണെന്ന് വിശ്വസിക്കുന്നിടത്തുള്ളത്. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ പറ്റണില്ല. ഹസ്ബുൻ അല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റണില്ല. അത്തരം മനുഷ്യർ നമ്മുടെ ബന്ധത്തിലും കുടുംബത്തിലും സമൂഹത്തിലും റൂമിലുണ്ട്. അവർക്ക് വെളിച്ചം പകരാൻ നമുക്കും പറ്റണില്ല. അവിടെ വെളിച്ചം പകരുമ്പോൾ ചെറിയ കശപിശകൾ ഉണ്ടാകും, അല്ലേ? അപ്പൊ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം അമ്പിയാക്കൾ മുഴുവൻ ജനിച്ച ദേശത്തു നിന്നും ദൗത്യം ആരംഭിച്ച ദേശത്തു നിന്നും പലായനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സംസാരത്തിന്റെ പ്രശ്നമല്ല, അത് ആ വിഷയത്തിന്റെ പ്രശ്നമാണ്. അരവരെ മണ്ണിൽ മനുഷ്യരെ കുഴിച്ചുമൂടി നിർത്തിയിട്ട് അവരുടെ ശരീരങ്ങളിൽ നിന്ന് ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് വാർന്നെടുക്കുന്ന ചരിത്രങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ടെങ്കിൽ അത് ആ വിഷയത്തിന്റെ പ്രത്യേകതയാണ്. അവിടെ സറണ്ടർ ആകല്ല വേണ്ട, ശാന്തമായി പറയാൻ പഠിക്കണം. വാക്കുകൾക്ക് കൂടുതൽ ഭംഗി കൊടുക്കണം, ശബ്ദത്തിന് കൂടുതൽ ശാന്തത കൊടുക്കണം. പറയുന്നവന്റെ വെപ്രാളങ്ങൾക്കിടയിൽ കയറി പറയാതിരിക്കണം. പതിയെ ഇത് ഖുർആനാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അതങ്ങനെ ഓതിക്കൊടുത്താൽ അയാൾ വെളിച്ചത്തിലേക്ക് വരുന്നുള്ള കാര്യത്തിൽ സംശയമല്ല. അയാൾ വെളിച്ചത്തിന്റെ വഴിയിലേക്ക് വരുന്നുള്ള കാര്യത്തിൽ സംശയമല്ല. നോക്ക് നിങ്ങൾ, ചിലപ്പോൾ നമുക്ക് ചില മനുഷ്യരുടെ വാക്കുകൾ വല്ലാത്ത ഇതാവും. ഞാൻ എൻ്റെ ഖുത്ബയിലൊക്കെ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ സാധാരണഗതിയിൽ സൂറത്തു ഖാഫിലെ 50ാമത്തെ സൂറത്തിലെ 16ാമത്തെ വചനം ഓതുമ്പോൾ എൻ്റെ ഖുത്ബ സ്ഥിരം കേൾക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും കേട്ടോ. അയാളെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. അപ്പോൾ അത് പലതവണ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു ദിവസം ഞാൻ മൂപ്പരോട് ചോദിച്ചു, ഏതായത്തെന്നറിയോ? വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ പടച്ചത്. പിതാവിൻ്റെയും മാതാവിൻ്റെയും ശരീരത്തിലെ 2 കുഞ്ഞു കണങ്ങൾ 20 മുതൽ 40 ലക്ഷം വരെയുള്ള ബീജബിന്ദുക്കൾ പിതാവിൻ്റെ 1/2 മില്ലി ശുക്ലത്തിലുണ്ട് എന്നാണ്. ജീവിക്കാൻ സാധ്യതയുള്ള അത്രത്തോളം ബീജങ്ങളുണ്ട്. അതിലൊന്ന് മാതാവിൻ്റെ അണ്ടവുമായി കൂടിച്ചേർന്ന് അണ്ടവാഹിനിക്കുഴലിലെ
ഒരു യാത്ര കഴിഞ്ഞ് അതിങ്ങനെ പിന്നെ ഭ്രൂണമായി സിക്താണ്ഡമായി അതിന് എല്ലുകൾ വളർന്ന് മാംസങ്ങൾ കൊണ്ട് മൂടി ആർത്തു കരയുന്നൊരു കുഞ്ഞുവാവയായി ഇത് ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന പ്രക്രിയ ഉണ്ടാക്കിയ റബ്ബ് ആ റബ്ബ് പറയാം, ഞാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവൻ്റെ ഉള്ളിലെ എല്ലാ സംഘർഷങ്ങളും എനിക്കറിയാം. അവൻ്റെ കണ്ട നാടിയോളം ഞാൻ അടുത്തുണ്ട്. അപ്പം ഞാൻ ഈ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ അയാൾ ഇങ്ങനെ അതിങ്ങനെ കൂടെ ഓതും, എൻ്റെ അയാളെ കണ്ണിങ്ങനെ നിറയും. നമുക്ക് അങ്ങനെ വല്ല ആയത്തുണ്ടോ? അപ്പം ഞാനൊരിക്കൽ ചായ കുടിച്ചപ്പോൾ മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ആയത്ത് ഭയങ്കര ഇഷ്ടമാണല്ലേ എന്ന് ചോദിച്ചു. ആ മൗലവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താ വിഷയം എന്നറിയോ? ഇവർക്ക് ഒരു 2-3-4 ബ്രദേഴ്സുള്ള ഒരു കുടുംബമാണ്. ഇവർക്കൊക്കെ പെൺകുട്ടികളാണ്. ഇവരുടെയൊക്കെ പെൺകുട്ടികളുടെ കല്യാണമൊക്കെ നടത്തൽ മൂപ്പർക്ക് ഒരു മോളുണ്ട്. ആ മോൾക്ക് കല്യാണമേ വന്നില്ല. അവർക്ക് നീളം കുറച്ച് കുറവാണ്, നിറം കുറച്ച് കുറവാണ്, വേറൊരു പ്രശ്നമില്ല, മിടുക്കിയാണ്. എല്ലാവരും ഭയങ്കര പരിഗണനയാണ് അവളെ. ഓരോ കല്യാണ പന്തലും അവൾ ഓടി നടക്കും. അനിയത്തി കുട്ടികളെ ഒരുക്കി പറഞ്ഞേക്കാനും അവർക്ക് മൈലാഞ്ചിട്ട് കൊടുക്കാനൊക്കെ അവളുണ്ടാകും. മൗലവി പിന്നെ എല്ലാവരും പോയതിൻ്റെ ശേഷം അവൾ കുറച്ച് നേരം റൂമിലിരിക്കും. എനിക്കറിയാം എൻ്റെ മോള് കരയാണെന്ന്. അപ്പം എനിക്കുള്ള സമാധാനം എന്താ അറിയോ? വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ പഠിച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവൻ്റെ ഉള്ളിലെ എല്ലാ ചിന്തകളും എല്ലാ വേദനകളും നൊമ്പരങ്ങളും കടലടിക്കുന്ന ഹൃദയത്തിൻ്റെ ചോദ്യങ്ങളും അതൊക്കെ റബ്ബിനറിയാലോ. ഒരു പരിഹാരം ഉണ്ടാകും എന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഉറപ്പുമാണ് ഞാൻ പോണത് അല്ലേ. ഇത് 40കാരി മകൾ വീട്ടിലിരിക്കെ 19കാരി ഇവിടെ കല്യാണത്തിൻ്റെ വക്കാലത്ത് ഏറ്റെടുത്ത് അവളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു വാപ്പാക്ക് ആ ബിരിയാണിയുടെ രുചി എന്തായിരിക്കും എന്നുള്ളത് പടച്ചോനറിയാന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ. പടച്ചോനറിയാന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കുട്ടിക്ക് കുപ്പിപ്പാലും കൊടുത്ത് ICUവിൻ്റെ മുന്നിൽ അബോധാവസ്ഥയിൽ ഉള്ളിൽ കിടക്കുന്ന ഭാര്യയെയും കാത്തിരിക്കുന്ന ഒരു ഭർത്താവിൻ്റെ ഉള്ളിലെ നൊമ്പരക്കടൽ പടച്ചോനറിയാന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നലെ എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. ഇന്ന് ഭർത്താവില്ലാത്ത റൂമിൽ ഒറ്റക്ക് കിടക്കുമ്പോൾ വിധവയെന്ന് ലോകം വിളിക്കുമ്പോൾ ഇനി ഈ കുട്ടികളെയും കൊണ്ട് ഞാൻ എന്ത് ചിന്തിക്കും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അസ്വസ്ഥമായി ചിന്തിക്കുന്ന ഒരു വിധവയുടെ അന്തസംഘർഷങ്ങളെ എനിക്കറിയാമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നിശ്ചലമായ ഭർത്താവിൻ്റെ ശരീരവും കൊണ്ട് ആംബുലൻസിൽ വീട്ടിലേക്ക് പോകുന്ന ആ ഫ്രീസറിന്റെ മുകളിൽ തലവെച്ച് കരയുന്ന ആ പെണ്ണിന്റെ മനസ്സിന്റെ മനോഗതങ്ങൾ എന്താണെന്ന് അള്ളാഹുവിന് അറിയാമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ബോധ്യമുള്ള ഒരാൾക്കൊരു പ്രശ്നമല്ല. പടച്ചോൻ എനിക്കുള്ള റിസ്ക്, ഞാൻ കഴിക്കേണ്ട ഓരോ അരിയിലും എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടാകും എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കണേ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ കരുത്ത്. ആ കരുത്തിലല്ലേ എത്രയോ ജീവിതങ്ങൾ അതിജീവിച്ചു പോകുന്നത്. നമുക്ക് ഒരു കാഴ്ച പരിമിതിയുടെ ഒരു ടീം വർക്ക് ഉണ്ട്. അപ്പം അതിലൊരു സുഹൃത്ത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പിന്നെ നിങ്ങളെ കുത്തുവ എല്ലാ ആഴ്ചയും കുത്തുവ കേൾക്കുന്ന ഒരാൾ നിങ്ങൾ നമ്പർ വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അയാൾ നിങ്ങൾ വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ആ മനുഷ്യൻ്റെ നമ്പറൊക്കെ സേവ് ചെയ്തൊക്കെ വിളിച്ചു. ഞാൻ അങ്ങോട്ട് വിളിച്ചു, ആ നമ്പറിൽ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. അപ്പോൾ മൂപ്പര് പെട്ടെന്ന് ഒരു ഗൾഫ് രാജ്യത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്. പെട്ടെന്നൊരു ദിവസം കാഴ്ച പോയതാണ്. നേരം വെളുത്ത് എണീറ്റ് നോക്കുമ്പോൾ കണ്ണ് കണ്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ ഭാര്യ പറഞ്ഞു, നമ്മളെ മക്കളതൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ 2 ആൺകുട്ടികളതും കാഴ്ച നഷ്ടപ്പെടുന്ന സാഹചര്യമുള്ളത്. അപ്പം ഞാൻ മൂപ്പരോട് ചോദിച്ചു, ഇങ്ങനൊരു വിവരം മെഡിക്കൽ റിപ്പോർട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? അതിനാൾ തന്ന മറുപടി എന്താ അറിയോ? മൗലവി ഒരാൾ അള്ളാഹുവിനെ പരമേൽപ്പിച്ചാൽ അവന് അള്ളാഹു മതി എന്നുള്ള ആയത്തില്ലേ, അള്ളാഹ് ഫഹുവ ഹസ്ബു, ഫഹുവ ഹസ്ബു എന്നുള്ള അതിൻ്റെ ആ ഒരു മീനിങ്ങിൻ്റെ അതിൻ്റെ ഒരു അർത്ഥതല ഞാൻ അത്ര ആഴത്തിൽ ഉൾക്കൊണ്ടത് അയാൾ പറയുമ്പോഴാണ്. ഫഹു ഹസ്ബു, ഒരാൾ അള്ളാഹുൽ തവക്കലാക്കിയ അവൻ അള്ളാഹ് മതി എന്നാണ് മൗലവി, പിന്നെന്താ പ്രശ്നം? ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചു. ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ ഇന്നേ വരെ ഉത്തരം കിട്ടാത്ത ഒരു രോഗമാണ് എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു, അല്ല, ഞാൻ ശരിക്ക് മനസ്സറിഞ്ഞ് തവക്കുലാക്കിയ ഒരാളാണ്. തവക്കുലാക്കിയ ആൾക്ക് അള്ളാഹു മതി എന്നാണ്. അപ്പം ഞാൻ അവരെ കാഴ്ച പോയാലും പ്രശ്നമല്ല, കാഴ്ച പോകില്ല, അവരുടെ കാഴ്ച പോകൂല, എനിക്ക് ഉറപ്പാണ് കേട്ടോ. അങ്ങനെ മൂപ്പര് ചുരുക്കി പറയാം, അവസാനം എന്തായെന്നറിയോ? ഒരു ഡോക്ടർ ഒരു പരീക്ഷണത്തിനാണ് തയ്യാറായി. ആ കുട്ടികൾക്കുള്ള മരുന്ന് ആ കുട്ടിക്ക്
സജസ്റ്റ് ചെയ്യപ്പെട്ട മരുന്ന് വെച്ച് പിന്നെ കാഴ്ച നഷ്ടപ്പെടാത്ത രീതിയിൽ സംരക്ഷിക്കപ്പെട്ട് മുന്നോട്ട് പോവാണ്. ആ കുട്ടികളെ അള്ളാഹു പൂർണ്ണ ആരോഗ്യവാന്മാരാക്കി നിലനിർത്തുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറയണത്, പാലക്കാട് ഒരു വലിയൊരു പ്രൊഫഷണൽസിൻ്റെ ഒരു കോൺഫറൻസിൽ പങ്കെടുത്ത് അതിന് ഇറങ്ങുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൈ പിടിച്ചിട്ട് ചോദിച്ചു, ഞാൻ നബിൻ്റെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരാളാകുമായിരുന്നല്ലോ. ഭയങ്കര കരച്ചിലാണ് അവന്. അപ്പോൾ അവനെ കൊണ്ടുപോയി കൗൺസിലിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അവനോട് സംസാരിച്ചപ്പോൾ അവൻ്റെ പേരിലുള്ള അവസാനത്തെ കേസ് എന്താ അറിയോ? തിരുവനന്തപുരത്ത് ഫുട്പാത്തിലൂടെ കടന്നു പോകുന്ന ഒരു പെണ്ണിനെ കയറി പിടിച്ചതാണ് കഞ്ചാവ് അടിച്ചിട്ട്. വളരെ ചെറിയ പ്രായത്തിൽ 19-20 വയസ്സോളം ചെയ്യാത്തൊന്നുമില്ല. അത് കേട്ടത് മുതൽക്ക് പൊതുവെ എനിക്ക് പറയാൻ തോന്നാറുള്ളത്, ഖുർആൻ എക്സ്പയറി ആയിട്ടില്ല. സ്വഹാബത്തിനെ സൃഷ്ടിച്ച അതേ ഖുർആൻ നമുക്കിടയിലും വലിയ ഹൃദയങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം ലൈഫ് എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ മുന്നിൽ സുഹൃത്തുക്കളെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കൃത്യമായി ആ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോൾ അങ്ങനെയാണ്. അതാണ് മനുഷ്യരിതിലേക്ക് ഒഴുകി വരാനുള്ള കാരണം. അവിടെ അവർക്ക് കിട്ടുന്നൊരു ശാന്തതയുണ്ട്. പല പല ദൈവങ്ങളെയും പല പല പുണ്യാത്മാക്കളെയും പല പല പുണ്യപുരുഷന്മാരെയും ഒക്കെ തേടിപ്പോയി അവസാനം ക്ലാരിറ്റി ഉള്ള ഒരു വഴിയിലെത്തുകയാണ്. അതുകൊണ്ട് ലോകം ഇസ്ലാമിലേക്ക് വരുന്നു. 2, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പരലോക വിശ്വാസം അല്ലേ? പരലോകം സത്യമാണെന്ന് തെളിയിക്കാനുള്ള തെളിവ് നമ്മുടെ അടുത്തുണ്ടോ? നമ്മുടെ അടുത്ത് വേണം. ഒരാൾ പറയാം, നിങ്ങൾ പരലോകത്തിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ, എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് അറിയണം. അങ്ങനെ പഠിച്ചേക്കേണ്ട ഒരു വിഷയമാണത് അല്ലേ? ഗർഭപാത്രത്തിലുള്ള കുഞ്ഞു പറയാണ്, ഞാനിനി ഭൂമിയിൽ നിന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ജനിക്കൂല, അവിടെ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്ന പോലെയാണ് മരണത്തിന് ശേഷം ഒരു ജീവിതമല്ല എന്ന് പറയുന്നത്. ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്. അയഹ്സബുൽ ഇൻസാനു അയ്യുതറക സുദാ അലം യകുനു തുഫതൻ മിൻ മനിയ്യിൻ യുംനാ ثم كان علقة فخلق فسوى وجعل منه الزوجين الذكر والأنثى أليس ذلك بقادر على أن يحيي الموتى അല്ലേ? മനുഷ്യന്റെ തലയിലെ മുടികളിൽ എനിക്കുള്ള മുടി എനിക്ക് മാത്രമാണ്. അതുകൊണ്ട് ആ ഗോവിന്ദച്ചാമിക്ക് ഇപ്പോൾ കിട്ടിയ ശിക്ഷ കിട്ടിയത് അയാൾ ക്രൈം ചെയ്ത സ്ഥലത്ത് നിന്ന് അയാളുടെ മുടി കിട്ടിയതുകൊണ്ടാ. ലോകത്ത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ മുടികൾ കൊടുത്ത റബ്ബ്, മുടികളിലെ ചില കണ്ടന്റുകൾ കൊടുത്ത റബ്ബ്, അലൈസ ദാലിക ബിഖാദിരിൻ, അവന് പറ്റൂലേ അല യുഹ്യിൽ മൗത, മരിച്ചവരെ അവരുടെ കുടിമാടങ്ങളിൽ നിന്ന് അവരെ ചുട്ട് ചാമ്പലാക്കി അവരെ ഒഴുക്കിക്കളഞ്ഞ പുണ്യതീർത്ഥങ്ങളിൽ നിന്ന് അവരെ അടക്കം ചെയ്യപ്പെട്ട സെമിത്തേരികളിൽ നിന്ന് അവരെ തിരിച്ചു വിളിക്കാൻ കഴിയില്ലേ? ആഴിയുടെ അഗാധതയിലേക്ക് കണ്ടുപോയി ഡെത്ത് സർട്ടിഫിക്കറ്റ് പബ്ലിഷ് ചെയ്ത് അയാളില്ലെന്ന് സർട്ടിഫൈ ചെയ്യപ്പെട്ട വയനാടിന്റെ പ്രളയത്തിൽ നഷ്ടപ്പെട്ട മനുഷ്യർ അവർ തിരിച്ചു കൊണ്ടുവരപ്പെടില്ലേ? തിരിച്ചു കൊണ്ടുവരപ്പെടും. ഗ്യാസ് ചേമ്പറുകളിൽ അടക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടവർ അവർ തിരിച്ചു കൊണ്ടുവരപ്പെടില്ലേ? കൊല ചെയ്യപ്പെട്ടവർ അവർ തിരിച്ചു കൊണ്ടുവരപ്പെടും. ജെനിസൈഡുകളിലൂടെ ഇല്ലാതാക്കപ്പെട്ടവർ, ആർത്ത് കരയാൻ പോലും അവകാശം നിഷേധിക്കപ്പെട്ടവർ, കറുത്ത വർഗക്കാരനായതിന്റെ പേരിൽ വന്ധീകരണത്തിന്റെ നിർബന്ധ ഇഞ്ചക്ഷനുകൾക്ക് വിധേയമായവർ, അവർ കെണീറ്റ് നിന്ന് സംസാരിക്കാൻ ഒരിടമുണ്ടാകില്ലേ? ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ സംശയമല്ല, ഒരു ചെറിയ സംശയം പോലുമില്ല. മനുഷ്യന്റെ ഉമനീര് എൻ്റെ ഉമനീരല്ല നിങ്ങളുടെ ഉമനീര്. അതുകൊണ്ടാണ് സദ്ദാം ഹുസൈൻ പിടിക്കപ്പെട്ടപ്പോൾ അയാളാണെന്ന് ഉറപ്പുവരുത്താനുള്ള സാമ്പിളുകളിൽ ഒന്ന് യൂസ് ചെയ്തത് എന്താ? അയാളുടെ ഉമനീരായിരുന്നു. ലോകത്തെ കോടിക്കണക്കിന് മനുഷ്യർക്ക് വ്യത്യസ്തമായ ഉമനീർ ഗ്രന്ഥികളിലൂടെ ഉമനീര് കൊടുത്ത റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് പറ്റില്ലേ അല യുഹ്യിൽ മൗത, മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ ഖുർആന്റെ ചോദ്യം. മനുഷ്യന്റെ കണ്ണിന്റെ ഉള്ളിലെ ചില പ്രത്യേക കാര്യങ്ങൾ അതൊരു വ്യക്തിക്ക് അയാൾക്ക് മാത്രമുള്ളത്. അതുകൊണ്ട് നമ്മളെ കണ്ണ് എയർപോർട്ടിൽ കണ്ണ് കാണിച്ചിട്ട് നമ്മൾ പോരുന്നത്. എല്ലാവരും കണ്ണും ഒരേപോലെയാണെങ്കിൽ അതിൽ ഐഡന്റിഫിക്കേഷൻ മാർക്കുകളില്ലെങ്കിൽ എങ്ങനെ പറ്റും? അങ്ങനെ എല്ലാം 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 വ്യത്യസ്തമായി സൃഷ്ടിച്ച റബ്ബ് കൈവിരൽ അടയാളങ്ങൾ അഹ്സബുൽ ഇൻസാനു അയ്യുതറക സുദാ അലം യകുനു തുഫതൻ മിൻ മനിയ്യിൻ യുംനാ അല്ലേ? പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ കേവലം അസ്ഥിപഞ്ജനങ്ങളായി അങ്ങോട്ട് അവസാനിക്കുന്നവനെ വിചാരിക്കുന്നുണ്ടോ? ഖുർആൻ പറയാ അവനെ അസ്ഥികൂടങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നല്ല, അതിൽ മാംസം കൊടുക്കുന്നല്ല, അവന്റെ കൈവിരൽ അടയാളങ്ങൾ പോലും തിരിച്ചു കൊടുക്കും. ഗർഭപാത്രത്തിൽ നിന്ന് രൂപപ്പെടുന്ന സാധനമാണ് ഫിംഗർ പ്രിന്റ്സ്. ഗർഭപാത്രത്തിൽ അവർ 2 കുട്ടികളുണ്ട്, എന്താണ് ടിൻസാണ് അല്ലെ? ടിൻസാണ്. ആ ടിൻസിൽ രണ്ടാളത് 2 എണ്ണാണ്. ഞാൻ എൻ്റെ ഇതൊക്കെ എടുത്തിട്ട് ഹക്കീം ഖാൻ കൊടുത്ത് ഹക്കീം ഖാൻ്റെ എനിക്കും തന്നാലും സർജറിയൊക്കെ കഴിഞ്ഞ് അവസാനം തമ്പ് ഇംപ്രഷൻ എടുക്കുമ്പോൾ എൻ്റെത് എനിക്കേ ഉണ്ടാകുള്ളൂ.
ഇങ്ങനെ മനുഷ്യനെ പടച്ച റബ്ബ് തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. അതുകൊണ്ട് വരുന്നോടത്ത് വെച്ച് കാണാമെന്ന് ചിന്തിക്കണവരുണ്ട്. അതൊക്കെ വരുന്നോടത്ത് വെച്ച് കാണാം. ഞാൻ സൗദി അറേബ്യയിലെ അൽഹായിൽ ഒരു പരിപാടിക്ക് വേണ്ടി ചെന്നപ്പോൾ നമ്മളൊരു സഹപ്രവർത്തകൻ, അവിടെ ജാലിയാത്തിൻ്റെ പ്രോഗ്രാമാണ്, അവർ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഓരോരുത്തർ ക്ഷണിക്കണേ അയാൾ വരി, ഒരു നല്ലൊരു ക്ലാസ് ഉണ്ട് കേട്ടോ. എൻ്റെ ടോക്കിലെ ചില ഭാഗമൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് നടു റോട്ടിൽ നിന്നിട്ട് ആൾ ഇങ്ങനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകവും അതിലേറെ അത്ഭുതമൊക്കെ തോന്നി. ഞാൻ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് മനസ്സറിഞ്ഞ് അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിച്ചു കേട്ടോ, അഭിനന്ദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാം, നിങ്ങൾക്കറിയോ, ഒരു ദിവസം ഞാൻ ക്ഷണിച്ചപ്പോൾ എന്നും ഞാൻ ക്ഷണിക്കണ ഒരാൾ പറഞ്ഞു, കാക്കേ നിങ്ങൾ നരച്ചു, ഞാനൊക്കെ ചെറുപ്പക്കാരനാണ്, ഒന്ന് അടിച്ചു പൊളിക്കട്ടെ, കുറച്ചു കാലം ഒന്ന് ജീവിക്കട്ടെ, എന്നിട്ട് നോക്കാം ഉംറക്കൊക്കെ പോകാൻ ഹജ്ജിനൊക്കെ പോകാൻ ആളുകൾ അങ്ങനെ പറയാം, കുറച്ചൊന്ന് പ്രായമാകട്ടെ എന്നറിയും. പ്രായമാണ് അവർ ഉണ്ടാവുന്നെന്ത് ഉറപ്പ്? 95 വയസ്സായതിൻ്റെ വലിയ അപ്പോന് ജനാസംസ്കരിക്കും ചിലപ്പോൾ. ബ്ലഡ് കണ്ടന്റുകളിൽ ഒരു ചെറിയ വേരിയേഷൻ പോലും ഇല്ല. പക്ഷേ ഖലാസ് മരണത്തിന് നേരെത്തുമ്പോൾ അത് അവസാനിക്കും. അങ്ങനെ ഭയങ്കര ഡയലോഗ് പറഞ്ഞു. ഇവൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഷുർത്ത വിളിച്ചു, പോലീസ് വിളിച്ചു. എൻ്റെ ഒരു നാട്ടുകാരനൊരു ചങ്ങായി ഇവിടെ ആക്സിഡൻ്റ് ആയിരുന്നു. ചെന്നപ്പോൾ ഇവൻ്റെ കാറിൻ്റെ സീറ്റിൻ്റെയും സ്റ്റിയറിങ്ങിൻ്റെ ഇടയിൽ ഇങ്ങനെ കത്തിക്കരിഞ്ഞിങ്ങനെ മരിച്ചിരിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത്ര നിസ്സാരമാണ് ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതം അത് കഴിഞ്ഞോടുകൂടെ അത് തിരിച്ചു വരും. എന്തിനാ തിരിച്ചു വരുന്നത്? ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ യൗമൽ ഖിയാമ ഹത്താ യുഖാദു ഷാത്തുൽ ജൽഹാഇ മിൻ ഷാത്തിൽ ഖർന. നമ്മക്കിത് ഒരു തരിപ്പ് ഉണ്ടാക്കണില്ലെങ്കിലും ലോകത്തെ 10,000 ഈ പരലോക വിശ്വാസത്തിന്റെ വെളിച്ചം അതവർക്ക് പരിഹാരമായി ബോധ്യപ്പെടുമ്പോൾ ഒഴുകി വരികയാണ് ഇസ്ലാമിലേക്ക്. അതുകൊണ്ടാണ് ഇസ്ലാം ഇസ് ദ ഫാസ്റ്റസ്റ്റ് ഗോയിങ് റിലീജിയൻ ആകുന്നത്. എന്താ? കൊമ്പില്ലാത്ത ആട്ടിൻകുട്ടിയെ കൊമ്പുള്ള ആട്ടിൻകുട്ടി കുത്തിയതിന് പ്രതിക്രിയ ചെയ്യപ്പെടുന്ന ഒരു ലോകം വരാനുണ്ട്, അല്ലേ? ലോകം വരാനുണ്ട്. അങ്ങ് ഫലസ്തീനിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവത്തിലും അവരുടെ പേരെഴുതി വെച്ച് അന്തിയുറങ്ങേണ്ടി വരുന്ന വേദനിക്കുന്ന ഉമ്മമാർക്ക് അവരുടെ സങ്കടം പറയാനുള്ള ഒരു ദിനം വരാനുണ്ട്. തൻ്റെ കളി ഉപകരണങ്ങളും തൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാം ഓഹരി വെച്ചു കൊടുത്ത ഹയ എന്ന പെൺകുട്ടിക്ക് അവളുടെ ജീവിതത്തിലെ കഥ പറയാനും നീതി ചോദിച്ചു വാങ്ങാനുമുള്ള ഒരു പരലോകം വരാനുണ്ട്. അവരാർക്കും കൊടുക്കാതെ വീട്ടിൽ സൂക്ഷിച്ച ചെരുപ്പ് തന്റെ പിന്മുറക്കാർ ചവിട്ടി നടന്ന് ഫലസ്തീനിനെ മോചിപ്പിക്കാൻ ഇത് ഉപയോഗിക്കണമെന്ന് അവൾ ചിന്തിച്ച ചെരുപ്പ് സർവ്വതും സാക്ഷിയാക്കി റബ്ബിന്റെ ഒരു വിചാരണ വരാനുണ്ട്. മനുഷ്യന് വേണ്ടി ഭൂമി കഥ പറയും. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. ഭൂമി അന്ന് കഥ പറയുമെന്നാണ്. പടച്ചോൻ ഈ വലിയ ഭൂമിയെ അതിനങ്ങോട്ട് ചുരുട്ടും, ഒരു കടലാസ് പോലെ ചുരുട്ടും, അല്ലേ? ഇല്ല കലംഹിൽ ബസർ, കണ്ണിമ വെട്ടുന്ന നേരം കൊണ്ട് ഇതൊക്കെ പൊളിഞ്ഞില്ലാതാകും. ലോകത്തെ കോടിക്കണക്കിന് ചതുരശ്ര കിലോമീറ്ററിലെ കേവലം ഒരു ജില്ലയായ വയനാട്ടിലെ ഒരു കൊച്ചു പ്രദേശത്തെ വെള്ളം വന്നപ്പോൾ ഉണ്ടായതൊക്കെ കൂടെ ഇത്ര വലുതാണെങ്കിൽ, എവിടെയെങ്കിലും ഒരു പുലി ഇറങ്ങിയാൽ അത് വലിയ പ്രശ്നമാണെങ്കിൽ, വന്യമൃഗങ്ങൾ മുഴുവൻ മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്ന ഇന്നത്തെ ഭൂമിയുടെ 13 ലക്ഷമല്ല 13x10 ലക്ഷം വലിപ്പമുള്ള ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന സൂര്യൻ കെട്ടുപോകുന്ന നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്ന ആ നിമിഷത്തിന്റെ ഭീകരത എത്രമാത്രം വലുതായിരിക്കും പ്രിയപ്പെട്ടവരെ. ഏതോ ഒരു പ്രളയജലം അതിൽ തകരുന്ന 2 വീടുകൾ നമ്മെ അസ്വസ്ഥമാക്കുന്നെങ്കിൽ എന്തായിരിക്കും ആ ഭീതിതമായ രംഗമെന്നത്? അത് സയൻസ് കൊണ്ടോ ചരിത്രം കൊണ്ടോ ഗവേഷണം കൊണ്ടോ എന്തുകൊണ്ടും ബോധ്യപ്പെടാവുന്ന വിധം നമ്മുടെ മുന്നിലുണ്ട്. ബോധ്യപ്പെടുന്നവരാണ് ഇസ്ലാമിന്റെ വഴിയിലേക്ക് വരുന്നത്. മൂന്നാമത്തെ കാര്യം എന്താ? ഖുർആനിന്റെ ആ ഉന്നതമായ അവസ്ഥയാണ്. ഖുർആൻ ഈ വെല്ലുവിളികളെ മുഴുവൻ അതിജീവിച്ച് കടന്നുപോകുക. അഹമ്മദ് ദീദാത്ത് അദ്ദേഹത്തിന്റെ എല്ലാ സ്പീച്ചിലും പറയുന്ന ഒരു കാര്യമാണ്, ഖുർആന് തുല്യമായത് നിങ്ങൾ കൊണ്ടുവരൂ. ഇപ്പൊ ഫലസ്തീനിയായ അറബിയായ ക്രിസ്ത്യൻ ഡിബേറ്റർ, എതിർശേരിയിൽ നിൽക്കുന്ന ഡിബേറ്റർ ഒരു പെട്ടി തുറന്നിട്ട് ഒരു ഗ്രന്ഥം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എടുത്തു. ആ കൺവെൻഷൻ സെന്ററിൽ ആളുകൾ ഇങ്ങനെ ഞെട്ടലോടെ അതിലേക്ക് ഇങ്ങനെ നോക്കി. പക്ഷെ അഹമ്മദ് ദീദാത്ത് എന്ന് പറയണേ വന്ധ്യവയോധികനായ മനുഷ്യൻ, മാനുഷിക അബദ്ധങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, മഹാദൗത്യത്തെ നെഞ്ചേറ്റിയ വലിയ മനുഷ്യൻ, അദ്ദേഹം ഉമനീരാക്കിയിട്ട് അത് ഇങ്ങനെ മറിച്ചിട്ട് അവിടെ വെച്ചു. ഒറ്റ വാചകം പറഞ്ഞു, ദൈവത്തിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ ആദ്യത്തെ വചനം കോപ്പി അടിച്ചുകൊണ്ട് തുടങ്ങിയത് മോശമായി. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ തുടങ്ങി. ലോകത്താരും അത് കണ്ടില്ല. മനസ്സിലായില്ലേ? നോക്ക് നിങ്ങൾ, നമുക്ക് എന്തുകൊണ്ട് വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്നുള്ള ആത്മാഭിമാനം ഉണ്ടാകാത്തത്? ലോകത്തെ ഏത് രാഷ്ട്രത്തിന്റെ ഭരണഘടന നിങ്ങൾ എടുത്തോ,
അതിൻ്റെ സോഫ്റ്റ് കോപ്പികളും അതിൻ്റെ ഹാർഡ് കോപ്പികളും കംപ്ലീറ്റ് മിസ്സായി എന്ന് വിചാരിക്കുക. ഒരു AI ടൂൾ വെച്ചിട്ട് എല്ലാം ഇല്ലാതാക്കി. ലോകത്തെ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കുകൾ ഇല്ലാതാക്കി. അത് റിക്കവർ ചെയ്യാൻ പറ്റുമോ? അത് അതേ അക്ഷരത്തിൽ റിക്കവർ ചെയ്യാൻ പറ്റുമോ? എന്നാൽ ക്ലൗഡുകളിലുള്ള, സെർവറുകളിലുള്ള, ഫ്ലോപ്പികളിലുള്ള, പെൻഡ്രൈവുകളിലുള്ള, ഓരോ പള്ളികളുടെയും ഷെൽഫുകളിലുള്ള, ഓരോ വീട്ടിലുള്ള ഹാർഡ് കോപ്പി അടക്കം ഖുർആൻ കംപ്ലീറ്റ് ഇല്ലാതാക്കി എന്ന് വിചാരിക്കുക. അങ്ങനെയൊന്നും ഇവിടെ സംഭവിക്കൂല. ഡെൻമാർക്കിൽ ഒരൊറ്റ ഖുർആൻ കത്തിച്ചിന് കിട്ടിയത് എന്താന്ന് നമുക്കറിയാലോ, അല്ലേ? കൃത്യമായി അറിയാം. ആ രാജ്യത്തെ എത്രത്തോളം കൃത്യമായി ലോകം കൈകാര്യം ചെയ്തു നമുക്ക് കൃത്യമായി അറിയാം. ഞാൻ പറയണ അങ്ങനെയൊന്നും സംഭവിക്കൂല. സംഭവിച്ചാൽ പോലും ഒരു കോർഡിനേഷനും ഇല്ലാതെ ലോകത്തെ ദശകോടി ഗ്രാമങ്ങളിൽ നിന്ന് അക്ഷരത്തിൽ, വള്ളിയിൽ, പുള്ളിയിൽ വ്യത്യാസമില്ലാതെ അതേപോലെ റീപ്രിന്റ് ചെയ്യാവുന്ന ഒരു ഗ്രന്ഥത്തിന്റെ അനുയായിയാണ് ഞാൻ എന്ന വികാരം ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ഉള്ളിലെത്തിയിട്ടുണ്ടെങ്കിൽ, സുഹൃത്തുക്കളെ, നെഞ്ചത്തോ വയറ്റത്തോ പുക്കിളിലോ കൈകെട്ടാതെയോ ഒക്കെ നിസ്കരിക്കണേ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ. അവർക്ക് അവരോതുന്ന നമസ്കാരത്തിലോതുന്ന അധ്യായങ്ങളുടെ അർത്ഥമെങ്കിലും അവർക്കറിയും. അതറിയാത്തവൻ എത്ര കോടീശ്വരനായിട്ടും, അവനെത്ര സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടായിട്ടും, അവനെത്ര ആദരിക്കപ്പെടണവനൊരു കാര്യമല്ല, ഒരു കാര്യമല്ല. അത് ഞാൻ പച്ചക്ക് പറയാണ്. കാരണം എന്താ അറിയോ? അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു, നാളെ പരലോകത്തെ ഒരു നിമിഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. എന്താ പരലോകത്തെ ആ നിമിഷം? മറ്റൊന്നുമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറയാ, പ്രവാചകൻ എന്ത് ചെയ്യുന്നറിയോ? പ്രവാചകൻ സ്വന്തം ജനതയെ തള്ളും. ഈ ജനത ഈ ഖുർആനിനെ തള്ളിക്കളഞ്ഞു. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. ഈ ഖുർആനിനെ അവർ തള്ളിക്കളഞ്ഞു പടച്ചോനെ എന്ന് പറയുന്നതാണ്. എന്താണ് ഈ ഹജ്ർ? എന്താണ് ഈ തള്ളിക്കളയൽ? ശരിക്ക് കേട്ടോളി നിങ്ങൾ കേട്ടോ, ശരിക്ക് കേട്ടോളി. 9 മിനിറ്റ് 33 സെക്കൻഡിൻ്റെ ഡോക്ക് ഉണ്ടാവുള്ളൂ. 9 മിനിറ്റ് 33. അതിൻ്റെ മുന്നിൽ സമയമുണ്ട്. ആ സ്ക്രീനിൽ 9 മിനിറ്റ് 33 സെക്കൻഡ് കഴിയുമ്പോൾ എൻ്റെ സംസാരം കഴിയും. നിങ്ങൾ ശരിക്ക് കേൾക്കുക ഞാൻ പറയുന്ന വാചകം. എന്താ അറിയോ? തർക്കു തദബ്ബുരിഹി വതഫഖുമിഹി മിൻ ഹജറാനിഹി. ഖുർആനിനെ കുറിച്ചുള്ള തദബ്ബുർ ഇല്ലാതിരിക്കലും ഖുർആനിൻ്റെ അർത്ഥം അറിയാതിരിക്കലും അതിനെ തള്ളിക്കളയലാണ്. അല്ലാതെ ഖുർആൻ മൊത്തം തള്ളൽ മാത്രമല്ല. എന്താ തദബ്ബുർ? നമ്മളിങ്ങനെ ഓതുകയാണ്. എന്താ നമ്മളിങ്ങനെ ഓതുകയാണ്? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ. നിങ്ങളുടെ ഈ പരസ്പരമുള്ള പെരുമ നടിക്കലൊക്കെ അത് ഖബറിലെത്തുന്നത് വരെ ഉണ്ടാകുള്ളൂ. ഊതണേ ഒരു ചലനം എൻ്റെ മനസ്സിലത് ഉണ്ടാക്കണില്ല. തൊട്ടപ്പുറത്തേക്കണ ആളോട് തെറ്റിയിരിക്കുകയാണ്, റൂംമേറ്റിനോട് തെറ്റിയിരിക്കുകയാണ്, ജ്യേഷ്ഠനോട് തെറ്റിയിരിക്കുകയാണ്, ഭാര്യയോട് കലഹാണ്. തദബ്ബുർ നടക്കണില്ല അവിടെ. അതാ തദബ്ബുർ. ഓരോ ആയത്തും സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് ചിന്തിക്കലാണ്. വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ തടയുന്നവരാണ് അവർ. എന്താ അത്? സൂചി, ചട്ടി, കലം, പാത്രം, പുതിയ കാലത്ത് പറഞ്ഞ മിക്സി, സ്റ്റൗ ഒക്കെ. അപ്പോൾ വന്നിട്ട് ചോദിക്കുകയാണ്, അയലോക്കത്താൾ വന്നിട്ട് ചോദിക്കുകയാണ്, എടി എൻ്റെ ആ 5 കിലോത്തിൻ്റെ ബിരിയാണി വെക്കണ പിന്നെ പ്രഷർ കുക്കറൊന്ന് തരുമോ? അപ്പോൾ ശരിക്കത് വിസിലടിക്കണില്ല. എന്താ കാര്യം എന്ന് പറയാം, മുമ്പ് എപ്പോഴോ കൊണ്ടുപോയപ്പോൾ അതിൻ്റെ സൈഡിൽ എവിടെയോ 2 വറ്റുണ്ടായിരുന്നു, ശരിക്ക് കഴുകാതെ തരികയെന്ന്. ഇത് നമ്മളെ ഒറ്റക്കുള്ള മുതലാണെങ്കിലല്ലേ. ഇത്തരം സാധനങ്ങൾ അയൽവാസിൻ്റെയും കൂടിയാണ്, ചോദിച്ച അയാൾക്കും കൂടിയാണെന്നാണ് ഇസ്ലാം പറയുന്നത്. ചട്ടിയും കലവും പാത്രമൊക്കെ നമ്മൾ വാങ്ങിയതാ, എല്ലാവർക്കും കൂടി വേണ്ടി വാങ്ങിയതാ. ഇത് ഖുർആൻ ക്ലാസ്സിൽ 1 മണിക്കൂർ ആഴ്ചയിലിരുന്ന് പഠിക്കാൻ നമുക്ക് നേരല്ല. നമുക്ക് ഭയങ്കര സംഭവമാണ്. 1 മണിക്കൂർ ഇരുന്നത് പഠിക്കുമ്പോൾ ജീവിതം എങ്ങനെ കൃത്യമായി മാറും. നമ്മുടെ ചുറ്റും പഠിക്കാൻ ഇഷ്ടം പോലെ സംവിധാനങ്ങളുണ്ട്. ലോകത്തെ 73 രാഷ്ട്രങ്ങളിലെ മനുഷ്യർ പഠിക്കുന്ന സിസ്റ്റങ്ങളുണ്ട് കേട്ടോ. ലോകത്തെ 73 രാഷ്ട്രങ്ങളിലെ മനുഷ്യർ പഠിക്കുന്ന വ്യത്യസ്തമായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ എനിക്കറിയാം. പ്രായമുള്ള 2 മനുഷ്യർ അവർ എഴുതി ആ ക്ലാസ് കേട്ടിട്ട് അവരെഴുതിയ പിന്നെ നോട്ട്സ് പ്രദർശിപ്പിക്കേണ്ട ഒരു വീഡിയോ ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാനിവിടെ പ്രദർശിപ്പിക്കണില്ല. അത് മാത്രം കണ്ടാൽ മതി, നമുക്ക് സമയം അറിയാതെ ഉണ്ടാവും. എന്താ പറയുക, പല ആൾക്കാരും പറയും സമയമല്ല, ദീനീ കാര്യത്തിന് സമയം ഉണ്ടാവില്ല. ഇനി ഒരു ദിവസം അയാൾ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് സ്പൈനൽ കോഡ് ഇഞ്ചറി പറ്റി അയാൾ അങ്ങനെ കിടക്കും. അയാൾക്കന്ന് ഇഷ്ടം പോലെ സമയം ഉണ്ടാകും. പക്ഷെ ഓർത്തെടുക്കുമ്പോൾ തിരിച്ചുപോക്കിൻ്റെ ആ മരണത്തിൻ്റെ നിമിഷങ്ങളിലേക്കുള്ള ആ മിനിറ്റുകൾ ഇങ്ങനെ എണ്ണി തീർക്കുമ്പോൾ മരണം കാത്തി കിടക്കുന്ന, മൂത്രം മണക്കുന്ന അയാളുടെ ബെഡ്റൂമിൽ ഒരുപാട് വട്ടം വിളിച്ചാൽ മാത്രം വരുന്ന കുടുംബാംഗങ്ങളുടെ വീട്ടിൽ നീണ്ട കിടപ്പിൽ കുറ്റബോധം അയാളെ വേട്ടയാടും. അയാൾ ഡിപ്രസ്ഡ് ആകും, ഒരു സംശയമല്ല.
പാതി പതിഞ്ഞു കത്തുന്ന സീറോ ബൾബിന്റെ വെളിച്ചത്തിൽ ക്യാൻസറിന്റെ റേഡിയേഷൻ വാർഡിൽ ഇങ്ങനെ കിടക്കുമ്പോ അയാൾക്ക് സമയമുണ്ടാകും. അന്ന് അയാൾക്ക് ആത്മപരിശോധനകൾ ഉണ്ടാകും. ആരോഗ്യ ആയുസ് ഉണ്ടാകുമ്പോഴൊന്നും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് സൂക്ഷ്മമായ അവലോകനങ്ങൾ വേണം പ്രിയപ്പെട്ടവരെ. നിന്റെ പാൻക്രിയാസ് ക്യാൻസർ രോഗാണുക്കൾ തിന്നു തുടങ്ങി എന്നറിയുമ്പോൾ ഉറ്റാലോചനകൾ ഉണ്ടാകും ചിലർക്കെങ്കിലും. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, എനിക്ക് വേണ്ടപ്പെട്ടൊരു സുഹൃത്ത്, ഇതുപോലത്തെ ഒരു രോഗം ബാധിച്ച് സദസ്സിലിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് പൂർണ്ണമായ ശിഫയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിയുന്നവരും അറിയാത്തവരുമായ ധാരാളം സുഹൃത്തുക്കളുണ്ട്. രോഗത്തിൻ്റെ വിഷമത്തിൻ്റെ വ്യത്യസ്തമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നമ്മളൊന്നും അനുഭവിക്കണില്ല. നാളെ അത്തരം കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. നാളെ കുടുംബരംഗവുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങൾക്കുള്ളിലെ വിങ്ങുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. സമയമുള്ള ആൾക്കാരൊക്കെ വരും. നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന മഹാക്കെണികളെ കുറിച്ചാണ് പറയാനുള്ളത്. പറ്റുന്നവരൊക്കെ വരും. അത്രേ പറയുള്ളൂ. ഒരുപാട് പ്രേരിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനൊന്നുമില്ല. ഞാൻ ഇന്ന് മൊത്തം പറഞ്ഞത് നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. എന്താ ലോകം ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം? മറ്റൊന്ന് പ്രവാചക ജീവിതമാണ്. പ്രവാചകനെ വിമർശിക്കാൻ വേണ്ടി വായിച്ച അവസാനം പ്രവാചകനെ കുറിച്ചുള്ള നെഗറ്റീവ് ക്യാമ്പയിൻ്റെ ലിങ്കുകൾ കിട്ടിയാൽ യൂട്യൂബിൻ്റെ ഒക്കെ അൽഗോരിതം അനുസരിച്ച് പ്രവാചകനെ കുറിച്ചുള്ള കുറച്ച് പോസിറ്റീവ് വായിക്കേണ്ടി വരും. അൽഗോരിതങ്ങൾക്ക് അങ്ങനെ ചില അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ പറയണേ, എന്താ യുദ്ധത്തടവുകാരായി കൊണ്ടുവരണേ മനുഷ്യരെ പറ്റിയിട്ട് പ്രവാചകൻ പറയാം, സ്തൗസു ബിൽ അസാറ ഖൈറാ, നിങ്ങൾ ബന്ദികളോട് മാന്യമായി പെരുമാറണം. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? സ്വന്തം ദേശത്ത് നിന്ന് ആട്ടിയോടിച്ചവരാണ്. ഇവരുടെ പിതാക്കന്മാരെ വാളിന് ഇരയാക്കിയവരാണ്. അവരുടെ കയ്യിലുള്ള ആഠ്യത്വത്തിന്റെ അധികാരത്തിന്റെ അറേബ്യൻ അവരുടെ അന്നത്തെ ആ അധികാര സിംഹാസനങ്ങളുടെ മേലെ ഇരുന്ന് ചവിട്ടി മെതിച്ചവരാണ്. ഇപ്പോ എല്ലാം നഷ്ടപ്പെട്ട് കൈകളിൽ ചങ്ങല വെച്ച് പോരുമ്പോ ചിലപ്പോ സ്വഹാബത്ത് എന്തെങ്കിലും ചെയ്യുമെന്ന് നബിക്ക് തോന്നിയോണ്ട് മുന്നിൽ നോർക്കെ വിളിച്ച് പറയാണ്, നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ബന്ദികളോട് മാന്യമായി പെരുമാറണം. ഇപ്പൊ ബന്ദിയായ മനുഷ്യൻ പിന്നീട് മദീനത്തെത്തി ഇസ്ലാം സ്വീകരിക്കാനുള്ള കാര്യം പറയാ. ഇത് പ്രവാചകൻ പറഞ്ഞപ്പോ എന്നെ കൊണ്ടുവന്നിരുന്ന മനുഷ്യൻ അയാൾ ഒട്ടകത്തിന്റെ പുറത്തുനിന്ന് ഇറങ്ങി എന്നോട് അവിടെ കയറിയിരിക്കാൻ പറഞ്ഞു. വേറൊരാൾ പറയാണ്, ഖദ്ദമഹുൽ മുസ്ലിമൂന, മുസ്ലിമുകൾ അവർക്ക് നൽകി ഭക്ഷണം അവർക്കാദ്യം കൊടുത്തു. മദീനയിൽ വന്നപ്പോ അവർക്കാദ്യം കൊടുത്തു എന്നാണ്. ഇതൊക്കെ ഇസ്ലാമിലെ ചരിത്രമാണ്. മരുഭൂമി പറഞ്ഞ കഥയാണ്. മരുഭൂമി പറഞ്ഞ കഥ എന്നുള്ളൊരു സീരീസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അള്ളാഹു അത് സാക്ഷാത്കരിച്ചു തരുമാറാകട്ടെ. മരുഭൂമി പറഞ്ഞ 1000 കഥകളുണ്ട്. കേവലം പ്രവാചകൻ വിലയിരുത്തപ്പെടുന്നത് കണ്ടെടുത്ത് വെച്ച് കൊന്നോളൂ എന്നുള്ള ഒരൊറ്റ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തന്നെ കൊല്ലാൻ വേണ്ടി ഒരാൾ വരിക. ആരാ വരുന്ന വ്യക്തി? ആരാന്നറിയോ? വരുന്ന വ്യക്തിനെ കേട്ടോ നിങ്ങൾ. വരുന്ന വ്യക്തി വഹബാണ്, ഉമൈർ ബിൻ വഹബാണ് അൽ ജഹ്മി. സഫ്വാൻ ബിൻ ഉമയ്യയും ഇയാളും തമ്മിൽ നടത്തുന്ന സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോണത്. മുഹമ്മദ് മദീനയിലേക്ക് പോയി എന്നുള്ള ശരിയാ, പക്ഷെ അവിടെ അവൻ വളരെയാണ്, വികസിക്കുകയാണ്. മക്ക അങ്ങോട്ട് ഒഴുകുകയാണ്. എന്തു ചെയ്യും? നമ്മളെ കാക്കക്കാരനവന്മാരുടെ മാർഗം പൊളിയാണ്. അപ്പോ ഈ പറയുന്ന മനുഷ്യന്മാർ ഉമൈർ പറഞ്ഞു, എൻ്റെ കുടുംബവും ബന്ധുക്കളും മക്കളൊക്കെയാണ് പ്രശ്നം. ഞാൻ വേണമെങ്കിൽ അവിടെ പോയിട്ട് കൊല്ലുമായിരുന്നു, പക്ഷേ ഇതാണ് പ്രശ്നം. അപ്പോൾ സഫ്വാൻ പറഞ്ഞു, സഫ്വാൻ്റെ ഉപ്പ ബദറിൽ നഷ്ടപ്പെട്ട പകയുണ്ട്, നിങ്ങൾ പോയിട്ട് തീർത്തിട്ട് വാ, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. കേട്ടോ, കുടുംബത്തെ ഞാൻ നോക്കിക്കോളാം. വിഷം പുരട്ടിയ കത്തിയും കൊണ്ട് പ്രവാചകൻ്റെ മുന്നിൽ വരിക. കണ്ടപ്പോഴേ സ്വഹാബത്തൊക്കെ ഒന്ന് റെഡിയായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഇസ്ലാം സ്വീകരിച്ച അനിയനെ കാണാനും പ്രവാചകനോട് സംസാരിച്ച് ഇസ്ലാം സ്വീകരിക്കാനും വേണ്ടി വന്നതാ. അരയിൽ കത്തിയുണ്ട്. പ്രവാചകൻ അയാളുടെ നേരെ വിരലുകൊണ്ടിട്ട് പറഞ്ഞു, നീയും സഫ്വാനും ഇന്നലെ ഹിജർ ഇസ്മായിലിൽ ഇരുന്ന് രാത്രിയുടെ ഇരുട്ടിൽ നിങ്ങൾ എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്ത് വന്നതല്ലേ? കത്തി താഴെ വീണു. ആ ഇരുട്ടിൽ വേറെ ആരും അത് കേട്ടിട്ടില്ലെന്ന് ബോധ്യമുണ്ടായിരുന്ന അദ്ദേഹം അവിടെ വെച്ച് ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമിക സമൂഹത്തിൻ്റെ കൂടെ ചേർന്നു. തനിക്കു വേണ്ടി കൊട്ടേഷൻ ഏറ്റെടുത്തു വന്ന ആ വ്യക്തിക്ക് കൊടുത്ത വിശാലമായ മാപ്പിൻ്റെ കഥ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ എവിടെയെങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും സംഘപരിവാരകാരനോട് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഇസ്ലാം വിമർശകനോട് പറഞ്ഞിട്ടുണ്ടോ? അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് സ്വന്തം ഭാര്യയോടെങ്കിലും മാപ്പ് കൊടുത്തിട്ടുണ്ടോ?
സ്വന്തം അനിയനോടെങ്കിലും മാപ്പ് കൊടുത്തിട്ടുണ്ടോ? എന്തൊരു തരം ജനതയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. നീണ്ട വർഷങ്ങൾ കഴിഞ്ഞു, പ്രവാചകൻ മക്കത്തേക്ക് മടങ്ങാണ്. ഒരിറ്റ് ചോര വീഴാതെ മക്കയെ മോചിപ്പിക്കുന്ന ചരിത്രപരമായ ആ മക്കം ഫതഹിന്റെ വിജയത്തിന് ആസൂത്രണം നിർവഹിച്ചു പ്രവാചകൻ. പല വഴികളിലൂടെ പ്രവാചകന്റെ സൈന്യങ്ങൾ യാത്ര ചെയ്ത് ഒരിടത്തിൽ കൂടിയപ്പോ അബൂ ഖുബൈസ് മലയുടെ മുകളിൽ നിന്നവർ കണ്ടു പ്രതിരോധിക്കാൻ കഴിയാത്ത മഹാസംഘം വരുന്നത്. ഈ സഫ്വാൻ എന്ത് ചെയ്യണമെന്നറിയോ? കടൽ തീരത്തേക്ക് പോവാണ്, ചാകാൻ വേണ്ടി, ആത്മഹത്യ ചെയ്യാൻ വേണ്ടി. ഇത് ആരറിയുന്നു? കൂട്ടുകാരൻ ഉമർ അറിയുന്നു. പോയി കൈക്ക് പിടിച്ചു, ചെയ്യരുതെന്ന് പറഞ്ഞു. ഞാനും നീയും വിചാരിച്ച ആളല്ല മുഹമ്മദ് റസൂലുള്ള. എനിക്ക് മാപ്പ് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ, നിനക്ക് മാപ്പ് കിട്ടും, മാപ്പിന്റെ തെളിവ് കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോ ഉമർ ചെല്ലണ നബിയെ, അന്ന് എന്നെ അയച്ചത് സഫ്വാനായിരുന്നു, സഫ്വാന് മാപ്പ് കൊടുക്കണം, തെളിവ് വേണം. പ്രവാചകൻ തന്റെ തലപ്പാവ് അഴിച്ചു കൊടുത്തു. വിശാലമായ മാപ്പിന്റെ ചരിത്രം. എത്ര എത്ര സംഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ഹുദൈബിയ സന്ധിയിൽ കരാർ എഴുതിയിരുന്ന സുഹൈൽ ബിൻ അംർ, അയാളുടെ മോൻ വന്നിട്ട് പറയാണ്, എൻ്റെ ഉപ്പാക്ക് മാപ്പ് കൊടുക്കോ? അതേന്ന് പറഞ്ഞപ്പോ സുഹൈൽ വന്നു പ്രവാചകന്റെ അടുത്ത് വന്നു. കുറച്ച് സമയം വേണം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ, പ്രവാചകൻ അനുവദിച്ചു കൊടുത്തു. ഇറങ്ങുമ്പോൾ പ്രവാചകൻ പറയുന്നുണ്ട്, മദീനയിലെ അങ്ങാടിയിൽ നിന്ന്, മക്കത്തെ തെരുവിൽ നിന്ന് നിങ്ങൾ സുഹൈലിനെ കണ്ടിട്ട് നിങ്ങളൊന്ന് തുറച്ചു നോക്കുക പോലും ചെയ്യരുത്. അത്ര കൃത്യമാണ് ഇസ്ലാം. ഇതൊന്നും നമ്മൾ പറയണില്ല, ഇതൊന്നും നമ്മൾ പഠിക്കണില്ല, ഇതൊന്നും നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കണില്ല. ഇത് സമൂഹത്തിലേക്ക് എത്തിക്കുന്ന വ്യക്തികളായി ശക്തമായി മുന്നോട്ട് പോകാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിയണം.